ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 85-ാമത്തെ ക്ലാസ്സിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവരെയും 2026 ഏപ്രിൽ മാസം 2-ാം തീയതി വ്യാഴാഴ്ച കർത്തനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച പഠനത്തിൻ്റെ തുടർ ചിന്തയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ക്രോധ ദിവസം, അതുപോലെ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കർത്താവ് രണ്ടാമത്തെ വരവ്, യേശുക്രിസ്തു മേഘാരൂഢനായി വരുന്നത്, കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രസിദ്ധമായ പ്രത്യക്ഷത എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് നിരവധി വേദഭാഗങ്ങൾ നമുക്ക് പഴയ പുതിയ നിയമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, അന്ന് നടക്കുന്ന 7 പ്രധാന സംഭവങ്ങളെ കുറിച്ചുള്ള പഠനത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. 7 പ്രധാന സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെ പഠിക്കാമെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകത്തിൽ കിടക്കുന്ന മാത്രമല്ല മറ്റിതര പ്രവചന ഭാഗങ്ങളിലും കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ പ്രസ്താവിച്ച ഉപമകളെല്ലാം അതിനോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷയോടുള്ള ബന്ധത്തിൽ നടക്കേണ്ട കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യത സുവിശേഷങ്ങളിൽ കർത്താവ് യഹൂദന്മാരോട് അന്ന് സംസാരിച്ച നിരവധി വിഷയങ്ങൾക്ക്, എല്ലാ വിഷയങ്ങൾക്കും ഇതുമായിട്ട് ബന്ധമാണ് ഉള്ളത്. കർത്താവ് ഉപമകളായിട്ട് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് ലോകസ്ഥാപനത്തിന് മുമ്പ് മറിഞ്ഞിരിക്കുന്ന മർമ്മമായതുകൊണ്ടാണ് കർത്താവ് കുഞ്ഞാടിൻ്റെ മണവാട്ടി സഭയെക്കുറിച്ച് കർത്താവ് ഉപമകളായിട്ടൊന്നും പറയാതിരിക്കുന്നത്. എന്നാൽ ലോകസ്ഥാപനം മുതലുള്ള കാര്യങ്ങളാണ്, അത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അത് മർമ്മമായി പ്രസ്താവിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ദൈവം ഉപമകളായിട്ട് പ്രസ്താവിച്ചത്. അപ്പോൾ ദൈവരാജ്യം എന്നുള്ളത് ലോകാരംഭം മുതലുള്ള കാര്യങ്ങളുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള കാര്യമാണ് സഭയോടുള്ള ബന്ധത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ലോകാരംഭം മുതലുള്ള കാര്യങ്ങളെ ഉപമകളായിട്ട് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഉപമ പോലും കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ സഭ മണവാട്ടി സഭയോടുള്ള ബന്ധത്തിൽ, സഭയെടുക്കുന്നതിനുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ വെച്ച് വേണം ഈ ഉപമകളെ കുറിച്ച് പഠിക്കുവാനായിട്ട്. ഇപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഓരോ വാക്കിലും അതിൻ്റെ ഓരോ കുത്തിലും കോമായിലും എല്ലാം വലിയ മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നിഴലും പൊരുളുമായിട്ട് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പുതിയ നിയമത്തിൽ പ്രാവർത്തികമാകേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൻ്റെ കാര്യങ്ങളെ നിഴലായിട്ട് പ്രസ്താവിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പ്രാരംഭ സംഭവമായിരിക്കുന്ന ലോകാവസാനമാകുന്ന കൊയ്ത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ വൃതന്മാരെ ചേർക്കുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെടുന്നതോടുള്ള ബന്ധത്തിൽ ഈ ഭാഗം എടുത്ത് ചിന്തിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു, വീണ്ടും ഇത് ചിന്തിക്കേണ്ടതായിട്ട് വരും. കാരണം കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആദ്യമായി നടക്കേണ്ട സംഭവമാണ്. അതേക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് 2-3 ആവർത്തി കേട്ടതുകൊണ്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തുടർന്ന് ഞാൻ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അന്ന് സംഭവിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യ സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളും ഇരിക്കുന്നത് കണ്ടു. മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു മേഘത്തിന്മേൽ ഇരിക്കുന്നതോടെ കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് ഉണങ്ങിയിരിക്കുന്നത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. അപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് സ്വർഗം തുറന്ന് കർത്താവും കർത്താവിനെ അനുഗമിക്കുന്ന മണവാട്ടി സഭയുള്ള ബന്ധത്തിൽ ആണ് അതിന് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് വിശേഷ വസ്ത്രം ധരിക്കുന്ന ശുഭ്രവും നമ്പുരവുമായ വസ്ത്രം ധരിക്കുന്ന മണവാട്ടി സഭയെ ഉള്ള ബന്ധത്തിൽ വെള്ളക്കുതിരപ്പുറത്ത് അവർ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഭൂമിയിലേക്ക് അവർ വരുന്നതിന് മുമ്പായി അവർ ഒലിവ് മലയിലാണ് കർത്താവും പരിവാരങ്ങളും കൂടി കാല് ചവിട്ടുന്നത്. എന്നാൽ അതിനു മുമ്പായി സംഭവിക്കേണ്ട പ്രധാന സംഭവമാണ് ഭൂമിയിൽ കൊയ്ത്ത് നടക്കുക എന്നുള്ള കാര്യം. ലോകാവസാനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോകാവസാനം കൊയ്ത്താകുന്നു എന്ന് നമുക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കൊയ്ത്ത്, വയൽ,
മേനി വളയുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ് ലോകാവസാനം കൊയ്ത്ത്. കള വിതയ്ക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, വയല് ഭൂമിയാണ്, കൃഷി മനുഷ്യനാണ്, അത് കള വിതയ്ക്കുന്നത് സാത്താനാണ്, ലോകാവസാനം കൊയ്ത്താണ്, ദൂതന്മാർ പോയി അവരെ കൂട്ടിച്ചേർക്കുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ബന്ധത്തിൽ ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്, ഈ ലോകാവസാനം എന്ന് പറയുമ്പോൾ കൊയ്ത്താണെങ്കിൽ നമ്മൾ ലോകാവസാനത്തിൻ്റെ നിർവചനം പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനും രണ്ടാമത്തെ വരവിനും ഇടയിൽ ഉള്ള സമയത്താണ് ലോകാവസാനം അഥവാ അന്ത്യകാലം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഈ കൊയ്ത്ത് ലോകാവസാനത്തിന്റെ ആരംഭത്തിൽ നടന്നോ? അപ്പോൾ അങ്ങനെ നടന്നെങ്കിൽ എന്താണ്? അതോ ഈ പറയുന്ന കൊയ്ത്താണോ, കൊയ്ത്ത് മാത്രമാണോ എന്നുള്ളത് ഒരു സംശയം ഉണ്ടാകാം. എന്നാൽ ലോകാവസാനം എന്ന് പറയുമ്പോൾ കൊയ്ത്ത് ആരംഭിക്കുകയാണ്. അപ്പോൾ ലോകാവസാനത്തിന്റെ ആരംഭത്തെങ്കിൽ കൊയ്ത്ത് നടന്നു, സംഭവിച്ചു. അത് പൂർത്തീകരിക്കപ്പെടുന്നത് ലോകാവസാനത്തിലാണ്. അത് സംബന്ധമായി നമുക്ക് പഴയ നിയമത്തിലെ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ, അവരുടെ പെരുന്നാളുകളോട് ബന്ധത്തിൽ 3 പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, അവരുടെ കാർഷിക വിളവെടുപ്പിനോടുള്ള ബന്ധത്തിലുള്ള 3 പെരുന്നാളുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെസഹ പെരുന്നാൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ 3 പെരുന്നാളുകൾ അത് വിളവെടുപ്പിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് 3 ഞാൻ പറഞ്ഞല്ലോ, അവർക്കുള്ള പെരുന്നാളുകളിൽ പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ 3 പെരുന്നാളുകൾ: ആദിഫല പെരുന്നാൾ, കൊയ്ത്ത് പെരുന്നാൾ, കായ്ക്കനി പെരുന്നാൾ. ഈ 3 പെരുന്നാളുകൾ അത് കൊയ്ത്തിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന, വിളവെടുപ്പിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് എന്താകുന്നു? അന്ന് അവര് ദൈവം മോശിക പ്രമാണം അവർക്ക് കൊടുത്തപ്പോൾ അന്ന് അവർക്ക് കൊടുത്ത പ്രമാണത്തിൽ എന്താണ് നിഴലായിട്ട് അടങ്ങിയിരിക്കുന്നത്? അന്ന് അവർ വിതയ്ക്കുന്ന, ആ ഭൂമിയിൽ വിതയ്ക്കുന്ന വിത്തിന്റെ അതല്ലെങ്കിൽ ആ കൊയ്തിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതെല്ലാം നിഴലായിരുന്നു. പൊരുളായിട്ടുള്ളത് പുതിയ നിയമത്തിൽ സ്ഥാപിതമാകുമ്പോൾ ഈ ആദിഫല പെരുന്നാൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ലേവ്യ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിന്റെ പിറ്റന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം മുതൽ യഹോവയ്ക്ക് ഹോമയാഗമായ ഒരു പ്രായമുള്ള. അപ്പോൾ ഈ നീരാജനം ചെയ്യുക എന്നതിൻ്റെ അർത്ഥം, ഈ കറ്റ മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ ഉയർത്തി വീശുന്നതിനെയാണ് നീരാജനം ചെയ്യുക എന്ന് പറയുന്നത്. വേവിങ്, ഇംഗ്ലീഷ് അതിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അത് ഉയർത്തിപ്പിടിച്ച് അതിനെ വേവ് ചെയ്യുന്നതാണ്. ഞാൻ ഈ പുസ്തകത്തിൽ എവിടെയോ വായിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വേദപുസ്തകത്തിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഈ കറ്റ 4 ദിക്കുകളിലേക്കും എടുത്ത് അത് ആദ്യ പല കറ്റ വീശും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് ബൈബിളിൽ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, ഇത് ബൈബിളാണോ എവിടെയാണോ വായിച്ചു. പക്ഷെ ഇതിങ്ങനെ ഈ പുരോഹിതൻ ദൈവത്തിൻ്റെ ആലയത്തിൽ വരുന്ന ആദ്യത്തെ കറ്റ 4 ദിക്കുകളിലേക്കും നോക്കി കാണിച്ച് അതിനെ ഉയർത്തി വീശുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നത് അവിടെ ആചാരമാണ്. ആ കറ്റ വാസ്തവത്തിൽ ഭൂമിയുടെ 4 ഭാഗങ്ങളിൽ നിന്നുമുള്ള സകല മനുഷ്യരിൽ നിന്നും ആദ്യഫലമായി, ലോക ആരംഭം മുതൽ നമ്മൾക്ക് കാണുന്നതിൽ ഏറ്റവും ആദ്യഫലമായി മരിച്ചവടുന്ന പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തുയേശുവിൻ്റെ ആദ്യഫലം അഥവാ മരിച്ചവടുന്ന പുനരുത്ഥാനത്തിൽ ആദ്യനായി ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ കാണിക്കുന്നതിനുള്ള ബന്ധത്തിലാണ് ആദ്യഫല പെരുന്നാള് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്കറിയാം. ലോകാരംഭത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ലോകം ആരംഭിക്കുക എന്നതിൻ്റെ അർത്ഥം മനുഷ്യജീവിതം വർദ്ധിച്ചു പെരുകിയത് പാവാനന്തരമാണ്. ലോകാരംഭം എന്നതിൻ്റെ അർത്ഥം പൈശാചിക പിടിയിലകപ്പെട്ട മനുഷ്യൻ വംശവർദ്ധനവുണ്ടായി മനുഷ്യജാതി ഉത്ഭവിച്ചു. അതോടൊപ്പം തന്നെ സാത്താനിക അടിമത്തത്തിൽ മനുഷ്യൻ പോയതാണ് ലോകാരംഭം. ലോകത്തിൻ്റെ ദൈവം മനുഷ്യന്റെ മേൽ പിടിമുറുക്കി അവനെ പാപത്തിനും മരണത്തിനും അടിമയാക്കിയതിനെയാണ് ലോകം ആരംഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകാരംഭം, ലോകസ്ഥാപനം, അതൊക്കെ വ്യത്യസ്തമാണ്. ലോകസ്ഥാപനം എന്നുള്ളത് വ്യത്യസ്തമാണ്,
ലോകാരംഭം വ്യത്യാസമാണ്. ലോകസ്ഥാപനം ഞാനതേക്കുറിച്ച് ഇനിയും വിശദീകരിക്കുന്നില്ല, പല ഭാഗങ്ങളിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, മനസ്സായിട്ടുണ്ട്. അതൊക്കെ വ്യത്യാസമുള്ളത്. അപ്പോൾ ലോകം ആരംഭിച്ചതിൻ്റെ അർത്ഥം മനുഷ്യന്റെ വംശവർദ്ധനം ഉണ്ടായത് എങ്ങനെയാണ്? ഏതൻ തോട്ടത്തിൽ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ. ഏതൻ തോട്ടത്തിൽ നിന്ന് പാപം മുഖാന്തരമായി മനുഷ്യൻ മണ്ണത്തടിമപ്പെട്ട് ഇറങ്ങി വന്ന മനുഷ്യൻ മരണത്തിന് അടിമകളായ മനുഷ്യനെ പ്രസവിച്ച് വർധനവ് തുടങ്ങിയ കാലഘട്ടത്തെയാണ് ലോകാരംഭം എന്ന് പറയുന്നത്. ഞങ്ങൾ ഭൂമിയിൽ വർദ്ധിച്ചു പെരുകുവീൻ എന്ന് കർത്താവ് പറഞ്ഞവരെ അനുഗ്രഹിച്ചു. പക്ഷേ ആ വർദ്ധിച്ചു പെരുകുവീൻ അവരെ അനുഗ്രഹിച്ചപ്പോൾ അവരുടെ വർധനവ് ഉണ്ടായത് അവർ പാവാനന്തര ഭൂമിയിലാണ് അവിടെ വർധനവുണ്ടായത്. ഏതൻ തോട്ടത്തിൽ വർധനവുണ്ടായില്ല. ലോകാരംഭത്തിൽ ആദമും ഹവ്വയിലൂടെയും ആദ്യത്തെ സന്തതിയായിരിക്കുന്ന കയ്യൻ, അതിനുശേഷമായ ഹാബേൽ, ശേത്ത്, പിന്നീട് അനവധി ആൺമക്കളും പെൺമക്കളും ഹാദത്തിനും ഹവയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അവരുടെ പേര് എഴുതിയിട്ടില്ല, പ്രധാനപ്പെട്ട പേരുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ അന്ന് ആരംഭം വിട്ടതായ മനുഷ്യന്റെ ആ ജീവിതം ഇവിടെ ആരംഭിച്ചു. അതിനെയാണ് ലോകാരംഭം. ലോകാരംഭം എന്ന് പറയുമ്പോൾ പൈശാചിക ആധിപത്യത്തിന്റെ പിടിയിലമർന്ന മനുഷ്യൻ മരണത്തിന് യോഗ്യരായ മനുഷ്യ തലമുറകളെ പ്രസവിച്ച് വംശവർദ്ധനവുണ്ടാകുന്നതിനെയാണ് ലോകാരംഭത്തിൽ സംഭവിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ലോക അവസാനം എന്ന് പറയുമ്പോൾ സാത്താനിക ആധിപത്യത്തെ അവസാനിപ്പിച്ച് മരണത്തെ നീക്കി കർത്താവ് നിത്യജീവനെ പ്രത്യക്ഷപ്പെടുത്തതാണ് ലോകാവസാനത്തിൽ സംഭവിച്ചത്. ഇപ്പൊ ലോകാരംഭം എങ്ങനെയാ സംഭവിച്ചത്? ലോകാവസാനം എന്ന് പറഞ്ഞൊരു അർത്ഥം എന്താണ്? ലോകാവസാനം എന്ന് പറഞ്ഞാൽ കുറച്ച് വെടിയും പടയും പുകയും കുറെ യുദ്ധങ്ങളൊന്നും അല്ല ലോകാവസാനം. എല്ലാവരും വിചാരിക്കുന്ന ലോകാവസാനം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടിമുഴക്കം, കുറച്ച് തകർന്നു പോകുന്നു, എന്തൊക്കെയോ വന്ന് ലോകം അങ്ങ് അവസാനിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അത് മനുഷ്യന്റെ ഒരു അവസാനിക്കുന്നത് ട്രാജഡി ചെന്ന് അവസാനിക്കുന്ന വിചാരിക്കും. പക്ഷെ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയും ഒന്നും ഒരു ട്രാജഡി അഥവാ ആപത്തിലോ അല്ലെങ്കിൽ അനർത്ഥത്തിലോ പോയി അവസാനിക്കുന്നതല്ല ദൈവപ്രവൃത്തി. ദൈവത്തിന്റെ പ്രവൃത്തിയെല്ലാം ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കും. അതുകൊണ്ട് ലോകാവസാനം എന്ന് പറയുമ്പോഴേ എല്ലാവരുടെ മനസ്സിലിരിക്കുന്ന വലിയൊരു ചിന്ത ഭയങ്കര ട്രാജഡി വന്ന് എല്ലാം കൂടെ തീരുന്നതാണ്, കൊളാപ്സ് ആകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതല്ല ലോകാവസാനം. ലോകാവസാനം എന്നതിൻ്റെ അർത്ഥം ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത് പൂർത്തീകരിക്കപ്പെടുന്നതാണ് അവസാനം. നമ്മളൊരു വീട് പണി ആരംഭിച്ചു, അതിന്റെ അവസാനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ട്രാജഡിയാണോ? അല്ല, അത് അതിന്റെ പൂർത്തീകരിച്ചു, വിച്ച് ഇസ് ഫിനിഷിങ്. കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത് അത് പൂർത്തീകരിക്കുക. അതുകൊണ്ട് തെറ്റായിട്ടുള്ള ധാരണ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ നല്ല വശമൊന്നും ആരും ചിന്തിക്കത്തില്ല. അതിന്റെ മോശമായിട്ടുള്ള അനർത്ഥമായിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യന്റെ ഉള്ളിൽ പേടിയായിട്ടിരിക്കുന്നത്. മനുഷ്യനെ ഭയത്തിന്റെ നിയന്ത്രണത്തിൽ ഭയം കീഴ്പ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഭയങ്കര അവസാനം. ഞാൻ ഒരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപയാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരിക്കലും അവൻ ഒരു ട്രാജഡിയെ അനർത്ഥത്തിൽ അവസാനിക്കാൻ വേണ്ടിയല്ല ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്. അവൻ അനർത്ഥത്തിലായപ്പോൾ അവനെ വിടിവിക്കാനുള്ള വാക്കുകളും ദൈവപ്രവൃത്തികളും ആരംഭത്തിൽ തന്നെ വായ്മൊഴികളായി ദൈവം പറഞ്ഞു തുടങ്ങിയിരുന്നു. പിന്നീട് വരമൊഴിയായി കർത്താവ് സംസാരിച്ചു. അതിനുശേഷമായി കർത്താവ് ജഡത്തിൽ മനുഷ്യനായി ലോകത്തിൽ വന്ന് രക്ഷയുടെ മാർഗം തുറന്നപ്പോൾ ആരംഭത്തിങ്കിൽ തന്നെ തെറ്റിപ്പോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യപരിപാടികളും ദൈവം ചെയ്തിരുന്നു. അതിൻ്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ലോകാവസാനത്തിൽ കർത്താവ് പാപങ്ങളെ നീക്കുവാനായിട്ട് സാത്താന്റെ പ്രവർത്തികളെ അഴിപ്പാനായിട്ട് ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഈ ലോകാവസാനം എന്ന് പറയുമ്പോൾ ലോകാവസാനത്തിൽ നടക്കുന്ന കൊയ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന രണ്ട് വാക്കുകളെ എടുത്ത് ആവർത്തിച്ച് പറയുന്നത്, ഇത് എനിക്കറിയാം, ഇപ്പോഴും ചിലരുടെ മനസ്സിലൊന്നും കയറിയിട്ടില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ആത്മാവ് എനിക്ക് തെളിവായിട്ട് അറിയാം. ഈ പറയുന്ന ആവർത്തിച്ച് എത്ര പറഞ്ഞാലും ഇതൊന്നും എല്ലാവരുടെ ഉള്ളിലോട്ടൊന്നും ചെല്ലുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പം അതുകൊണ്ടാണ് പിന്നെ ആവർത്തിക്കുന്നത്. ലോകാരംഭം എന്ന് ചോദിച്ചാൽ കണ്ണുമിഴിക്കും, ലോകാവസാനം എന്താണ് അതും കണ്ണുമിഴിക്കും. കാരണം എന്നാൽ യഥാർത്ഥമായ വചനത്തെ പഠിക്കുന്ന ഒരാൾക്ക് എല്ലാം ദൈവം നന്മയ്ക്കായി ചെയ്യുന്നുവെന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ എല്ലാം പിമ്പിൽ മറഞ്ഞിരിക്കുന്ന നന്മകൾ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. അപ്പം നമ്മുടെ ഹൃദയം ഏതിനെയാണോ ഉൾക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യനും ഭയപ്പെടുന്ന, ഭീതിപ്പെടുന്ന, അവസാനം ഒരു നാശത്തിലേക്ക് പോകുന്ന ചിന്താഗതിയുമായിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു നാശത്തിലേക്ക് ചെന്ന് വീഴാനുള്ളവരല്ല
മനുഷ്യനെ ദൈവം സ്വന്തം ജീവൻ തന്ന് രക്ഷിപ്പാൻ വേണ്ടി, പാപങ്ങളെ നീക്കാൻ വേണ്ടി, സാത്താന്റെ പ്രവർത്തനം അഴിപ്പാൻ വേണ്ടി ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷതയാണ് ലോകാവസാനത്തിൽ കർത്താവ് പ്രത്യക്ഷമായത്. അപ്പോൾ ലോകാവസാനം കൊയ്ത്ത് ആണെങ്കിൽ ഏത് കൊയ്ത്താണ് ആദ്യം ആരംഭിച്ചത്? അത് യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമായവൻ, ലോകത്തിൽ വചനമായവൻ ജഡമായി തീർന്ന് കൃപയും സത്യം നിറഞ്ഞ നമ്മുടെ ഇടയിൽ പാർത്ത് 33 വയസ്സിൽ അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ശബത്ത് കഴിഞ്ഞ് പിറ്റേന്നാൾ ഉയർപ്പിന്റെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ കറ്റ സ്വർഗാസ്വർഗത്തിലെത്തി. അവനെ സ്വർഗീയ പിതാവ് അവിടെ സ്വർഗാസ്വർഗത്തെ ഉയർത്തി കാണിച്ചു. ഇവനാണ് ആദ്യ ഫലം. അതാണ് പഴയ നിയമത്തിൽ പുരോഹിതൻ ആ ആണ്ടിൽ ഒരിക്കൽ ഈ പറയുന്ന ആദ്യഫല പെരുന്നാൾ നടക്കുന്ന സമയത്ത് ഈ കറ്റ ഉയർത്തി 4 ദിക്കുകളെ ഉയർത്തി പറയുമ്പോൾ അത് നിഴലായിരുന്നു യേശു ക്രിസ്തുവിനെ പിതാവാൻ ദൈവത്തിന്റെ സ്വർഗാസ്വർഗത്തിൽ അവനെ ഉയർത്തി കാണിച്ചു. അവനാണ് മാനവവംശത്തിന്റെ രക്ഷകൻ. അവൻ മുഖാന്തരമായി സകലർക്കും വിടുതലുണ്ടെന്നുള്ളതായിട്ടുള്ള ആദ്യഫലം. മരണത്തെ ജയിച്ചു നേട്ട ക്രിസ്തുവാണ് ആദ്യഫലം. അതാകുന്നു ഈ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ മരിച്ചുകൊണ്ടിരുന്നുള്ള പുനരുത്ഥാനത്തിൽ ആദ്യഫലമായി തീർന്ന ക്രിസ്തുയേശുവിനെ ആണ് കാണിക്കുന്നത്. ലോകാവസ്ഥന്റെ ആരംഭത്തിൽ അത് അക്ഷരികമായി അഥവാ പൊരുളായി നിറവേറപ്പെട്ടു. അതാണ് ആദ്യഫല പെരുന്നാളായി പഴയ നിയമത്തിൽ ആചരിച്ചു വരുന്നത്. അപ്പോൾ അവർ ആദ്യഫല പെരുന്നാളായിട്ട് ആചരിച്ചു വരുമ്പോൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നമുക്കറിയാം ഈ ദിവസങ്ങളിൽ എല്ലാം ആചരിക്കുന്നവരുണ്ട്. വർഷങ്ങളും മാസങ്ങളും ആണ്ടുകളും ഒക്കെ ആചരിക്കുന്നവരുണ്ട്. അപ്പൊ അവരെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അത് അറിവില്ലാത്തവരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് നമുക്ക് വേദപുസ്തകം നമുക്ക് തെളിവ് നൽകുന്നത്. എന്തുകൊണ്ട് പുതിയ നിയമസഭയിൽ ഇപ്രകാരമുള്ള ഒരു പെരുന്നാളുകളും ആഘോഷിച്ചില്ല? എന്തുകൊണ്ട് ആഘോഷിച്ചില്ല? ക്രിസ്മസ് ആഘോഷിക്കാമായിരുന്നല്ലോ, ഈസ്റ്റർ ആഘോഷിക്കാമായിരുന്നല്ലോ. ഇതൊന്നും ആഘോഷിക്കാതിരുന്നതിന്റെ കാരണം എന്താണ്? കാരണം അതിൽ പൊരുളായി തീർന്നതിന് ഇനിയും പെരുന്നാളായിട്ട് നിഴലായിട്ട് ആഘോഷിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരൊറ്റ പെരുന്നാൾ മാത്രമാണ് ആഘോഷിക്കാനായിട്ടുള്ളത്. കൂടാര പെരുന്നാളാണ്. ആ കൂടാര പെരുന്നാളിൻ്റെ ദിവസം അതിൻ്റെ സമയത്ത് നടക്കും. ഞാൻ പറഞ്ഞ ഈ പെരുന്നാളുകളിൽ ഇനിയുള്ള പെരുന്നാളുകളുണ്ട്. അത് കൂടാര പെരുന്നാളിനോട് ബന്ധത്തിലുണ്ടാകും. അന്ന് 1000 ആണ്ട് വാഴ്ചയാണ് നിലവേർപ്പെടുന്നതിന് ശേഷം ആ നിത്യമുള്ള ബന്ധത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവസഭയ്ക്ക് ഇപ്രകാരം ഇനിയുള്ള പെരുന്നാളുകളൊന്നും ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടല്ലോ, നമുക്കില്ലല്ലോ എന്നുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവിടുന്നത് നന്നായിരിക്കും. കാരണം ഇന്നും എനിക്കറിയാം അനേകര് വിശ്വാസി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പഴയതിനെ കുറിച്ചുള്ള ചിന്തകളുണ്ട്. പക്ഷെ അതൊക്കെ വചനപരമായിട്ട് നോക്കുമ്പോൾ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് വചനത്തിൽ നിന്ന് ഗ്രഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ ഇവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാ ഇരുന്നവയുടെ നിഴലത്രേ, ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. പറഞ്ഞതിൻ്റെ അർത്ഥം ഇതെല്ലാം വാവ്, പെരുന്നാള്, വാവ്, ശബത്ത് ഇതൊന്നും ദൈവസഭ ആചരിക്കേണ്ട. അതുകൊണ്ട് പറയുന്നത് ഇവ വരുവാനിരുന്നവരുടെ നിഴലത്രേ, ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. ദേഹം എന്ന് പറഞ്ഞാൽ സഭ, ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. ഇവിടെ ദേഹമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അടുത്ത് അവിടെ എഴുതിയാൽ മതി, പുതിയ നിയമസഭ എന്നതോ ക്രിസ്തുവിനുള്ളത്. അപ്പോൾ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ തീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ ബിരുദ തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ഇതെല്ലാം ഉത്ഭവിച്ചത് എവിടുന്നെന്ന് ചോദിച്ചാൽ, തലയാകുന്ന ഉപദേശമാകുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതെ. മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ വിശ്വാസവചനത്തെ മുറുകെ പിടിക്കണം. ഈ മുറുകെ പിടിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ചിട്ടുള്ളവർ എഴുതി വെച്ച പാട്ടും അതിൻ്റെ ആചാരങ്ങളുമായി ഇന്ന് അനേകര് ആചരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തില്ലാത്ത കാര്യമാണ്. ചിലരൊക്കെ ഇങ്ങനെ ഇരുന്ന് അവര് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ
അവർക്ക് കിട്ടിയ കാഴ്ചപ്പാടിന്ന് എഴുതി വെച്ച പാട്ടുകളും ആരാധനകളും ആചാരങ്ങളുമാണ് ഇന്ന് കോടിക്കണക്കിന് ആൾക്കാർ കൊണ്ടു നടക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നതല്ല, ദൂതന്മാരെ ആരാധിക്കുന്നതിൽ. ഞാൻ രേഖപ്പെടുത്തിയ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളെ വിരുദ്ധെറ്റിക്കരുത്. ഈ തലയെ മുറുകെ പിടിക്കുന്നവർക്ക് ഇതൊന്നുമില്ല. ഉപദേശത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ശബത്തില്ല, വാവില്ല, പെരുന്നാളില്ല. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ഒരു ആചാരങ്ങൾ ഉണ്ടാകത്തില്ല. ഇതെല്ലാം വരുവാനിരുന്ന ഇവിടെ നിഴലാണ്. ഇപ്പോൾ ശബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വാവ് എന്ന് പറഞ്ഞാൽ കറുത്ത വാവ്, വെളുത്ത വാവൊക്കെ ഉണ്ട്. കറുത്ത വാവില് എന്ത് ചെയ്യണം? കറുത്ത വാവ് കഷ്ടകാലം, അമാവാസി, പൗർണമി ഇതൊക്കെ പറഞ്ഞ് അവർക്ക് കൊടുത്തിരുന്നു. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യം ഇതെല്ലാം നിഴലായിരുന്നു. നമുക്കറിയാം കറുത്തതും വെളുത്തതും എല്ലാം, മരണവും ജീവനും എല്ലാം കർത്താവ് വേർതിരിച്ചു. ക്രൂശിൽ വെച്ച് ഇരുളിനെയും വെളിച്ചത്തെയും ദൈവം വേർതിരിച്ചു. ജീവനിലേക്കും മരണത്തിലേക്കും ഒക്കെയുള്ള മാറ്റം, ഭാവസംബന്ധമായ അമാവാസി, പൗർണമി ഇതൊക്കെ മാസത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നിഴലായിരുന്നു. സൃഷ്ടിച്ചപ്പോൾ തന്നെ ഇരുളും വെളിച്ചവും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കർത്താവ് ക്രൂശ് വേർതിരിച്ചു. മരണത്തെയും ജീവനെയും ദൈവം കർത്താവ് വേർതിരിച്ചു. അപ്പം നമ്മൾ ഇപ്പോൾ ഈ അമാവാസിയും പൗർണമിയും ഒന്നും നമ്മൾ നോക്കുന്നില്ല. കാരണം എന്താ? നമ്മൾ യഥാർത്ഥമായി വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്നതുകൊണ്ട് എപ്പോഴും വെളിച്ചമുണ്ടെങ്കിൽ അമാവാസ്യം പൗർണമി ഒന്നും വരത്തില്ല. വരത്തില്ല. സ്ഥിരമായിട്ട് പ്രകാശമുണ്ടെങ്കിൽ ഇരുളില്ലല്ലോ. അപ്പം പിന്നെ അമാവാസ്യ എവിടെ ഉണ്ടാകും? അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുയേശുവിൽ നമ്മളായതുകൊണ്ട്, വെളിച്ചത്തിൽ നാം നടക്കുന്നത് കൊണ്ട് നമുക്ക് അമാവാസ്യയില്ല, പൗർണമിയില്ല. എന്നാൽ പഴയ നിയമത്തിൽ ഇതുവരെയും അവര് സത്യവെളിച്ചത്തിലേക്ക് വരാതിരിക്കുന്നതുകൊണ്ട് അവരിപ്പോഴും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2, ശബത്ത് നമുക്കില്ല. 7-ാം ദിവസമാണ് ശബത്തായി പ്രസ്താവിച്ചിരുന്നത്. എന്തിനു വേണ്ടിയാണ് ശബത്ത് ദൈവം കൊടുത്തിരുന്നത്? എഹെസ്കേൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് എനിക്കും നിങ്ങൾക്കും മധ്യേ ശബത്ത് ഉണ്ടായിരിക്കണം. 7-ാം ദിവസം ദൈവ ശബത്തായിരുന്നു. ദൈവ ശബത്തിനെയാണ് കൊടുത്തിരുന്നത്. സായൻ പ്രമാണം കൊടുത്തപ്പോൾ ശബത്തുണ്ട്. ശബത്ത് കഴിഞ്ഞു. 28-ാം അധ്യായത്തിലെ പ്രാരംഭ വാക്യത്തിൽ ശബത്ത് കഴിഞ്ഞു. പാവങ്ങളെ നീക്കി ശുദ്ധീകരിക്കുന്ന പ്രവൃത്തി നടന്നതുകൊണ്ടാണ് ശുദ്ധീകരിക്കപ്പെട്ടവരായ നമ്മൾ ശബത്ത് ആചരിക്കാത്തത്. കഴിഞ്ഞതെന്ന് മനസ്സിലാക്കണം. ഇന്നിന്ന കാര്യങ്ങൾ കഴിഞ്ഞു, അത് നിഴലായിരുന്നു. പൊരുളായിട്ടുള്ളവരത് വേണ്ട. അതുകൊണ്ടാണ് ശബത്ത് ആചരിക്കാത്തത്. പിന്നെ പെരുന്നാൾ, ആദ്യവല പെരുന്നാൾ, കൊയ്ത്ത് പെരുന്നാൾ, ഇങ്ങനെയുള്ള പെരുന്നാളുകളൊക്കെ എന്താണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഈ കൃഷി നടത്തിയിട്ട് അതിൽ നിന്ന് കൊയ്ത്ത് പെരുന്നാളുമായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സഭായോഗം കൂടുമ്പോഴത്തേന് ആദ്യത്തെ കറ്റയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കൊണ്ടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊരു സിസ്റ്റം ദൈവസഭയ്ക്കില്ല. അത് ഇല്ലാത്തതിൻ്റെ കാരണം ഇതിൻ്റെ നിഴലും പൊരുളും അറിയാവുന്നത് കൊണ്ട് നമുക്കങ്ങനെ നിഴലായിട്ടുള്ളതൊന്നുമില്ല, പൊരുളായിട്ടുള്ളതിനാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. ദേഹം ക്രിസ്തുവിനായതുകൊണ്ട്, ക്രിസ്തു പൊരുളായതുകൊണ്ട്, അവൻ നിഴലല്ലാത്തതുകൊണ്ട് ക്രിസ്തുവിനുള്ളവർക്ക് നിഴലായിട്ടുള്ളതില്ല. പിന്നെ നമുക്ക് നിഴലായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ കർത്തൃമേശ ആചരിക്കുന്നുണ്ട്, അതുപോലെ സ്നാനപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പം നിഴലായി നമ്മൾ ചെയ്യുന്നത്, അത് പൊരുളായി ക്രിസ്തുവിൽ തീരാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന വാവ്, പെരുന്നാള്, അതുപോലുള്ള ഈ പറയുന്ന കാര്യങ്ങളൊന്നും ദൈവസഭയ്ക്ക് വേണ്ട. എന്നീ വാവ്, പെരുന്നാളുകൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. അപ്പോൾ ആദ്യഫല പെരുന്നാൾ ഇന്നും ഇസ്രായേൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നും അനേകർ ഇതൊന്നും അറിയാതെ ഇപ്പോഴും യേശുക്രിസ്തുവിൻ്റെ മരണത്തെയും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെയും പുനരുത്ഥാനത്തെയും ഒക്കെ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ആചാരം നമ്മൾ ചെയ്യാത്തതിൻ്റെ കാരണം നമുക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സായതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന് അനുഭവമായതുകൊണ്ട് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഇന്നും ആഘോഷിക്കുന്നില്ല. അത് ജീവിതത്തിന് അനുഭവമാകാത്തവരാണ് അതിനെ ആചരിക്കുന്നത്. അതുകൊണ്ട് അവരത് ചെയ്യട്ടെ. എന്നാൽ നമുക്കതിൻ്റെ അനുഭവമുള്ളവർക്ക് ആവശ്യമില്ല. ഞാൻ പറയട്ടെ, ജീവനോടിരിക്കുന്ന ഒരാളുടെ ഫോട്ടോ നമ്മൾ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ജീവനോടിരിക്കുന്ന ഒരാളുടെ ഫോട്ടോ നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കവരെ നേരിട്ട് കാണാം. മരിച്ചെന്നേക്കും പോകുന്നവരുടെ ഫോട്ടോയൊക്കെയാണ് കാണാൻ വേണ്ടി വെക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ,
അങ്ങനെയുള്ളൊരു പ്രത്യേക രീതിയിൽ അതിനെ വെക്കേണ്ട ആവശ്യം വന്നാൽ, കുടുംബ ഫോട്ടോ ഒക്കെ വെക്കുന്ന ഞാൻ അത് വേണം. പക്ഷേ യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നവനാണ്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതാ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാതെ അവൻ നമ്മളോട് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫോട്ടോ നോക്കിയല്ല നാം ദൈവത്തെ വിശ്വസിക്കുന്നത്, ദൈവത്തെ കാണുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്നും എപ്പോഴും ദൈവം ഉള്ളതുകൊണ്ട് നമ്മൾ പുറമേയുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ നോക്കിയിട്ടല്ല ദൈവത്തെ ഓർക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു, അവൻ ആദ്യഫലമായി തീർന്നു. അവനാണ് സ്വർഗാസ്വർഗത്തിൻ്റെ ആദ്യഫലം. അവനെ ഭൂമിയിൽ വിതച്ച വിതയിൽ നിന്നുണ്ടായതല്ല, വിതയ്ക്കപ്പെടാതെ സ്വർഗാസ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യഥാർത്ഥ ഗോതമ്പ് യേശുവായിരുന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ആദ്യത്തെ കറ്റയായി തികവുള്ളവനായി സ്വർഗാസ്വർഗത്തിലേക്ക് എത്തി. അതായിരുന്നു ആദ്യത്തെ ആദ്യഫല പെരുന്നാൾ. ക്രിസ്തുവിൽ നിറവേറി. എന്നാ നിറവേറിയത്? ലോകാവസാനത്തിന്റെ ആരംഭത്തിൽ നിറവേറി. അപ്പോൾ ലോകാവസാനം കൊയ്ത്താകുന്നു എന്നുള്ളതിന്റെ മനസ്സിലായല്ലോ. ലോകാവസാനം എന്നുള്ള അവസാനത്തിൽ നടക്കുന്ന കൊയ്ത്ത് മാത്രമല്ല, യേശു ക്രിസ്തു ആണ് സ്വർഗീയ പിതാവാം ദൈവം ആദ്യം കൊയ്തെടുത്തത്. അവൻ മരണത്തിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ച് മരിച്ചു കിടന്നുള്ള ആദ്യനായി പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗാസ്വർഗത്തിൽ എത്തി തന്നെയാണ് ആദ്യ പെരുന്നാളായിട്ട് ആദ്യത്തെ കറ്റയായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ലേവ്യപുസ്തകം 23-ാം അധ്യായം 17 വരെയുള്ള 23-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 13 വാക്യങ്ങൾ 15 വാക്യങ്ങൾ വായിക്കാം. ശബത്തിന്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തികയണം. 7-ാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം. ഇത്ര കൃത്യമായിട്ട് ആ പഴയ നിയമത്തെ കൊടുത്തെന്നറിയാമോ? പുതിയ ധാന്യം, പഴയതല്ല. ഏതാ പുതിയ ധാന്യം? ദൈവസഭ ആരംഭിച്ചു, പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്നു. അതിനെയാണ് കൊയ്ത്ത് പെരുന്നാളിലുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്ര കൃത്യമായിട്ട് ആദ്യത്തെ കറ്റ ആദ്യഫലമായിരുന്ന കർത്താവ് സ്വർഗാസ്വർഗത്തിൽ എത്തിയ ശേഷമായി ആ ശബത്ത് മുതൽ ശബത്തിന്റെ പിറ്റേന്നാൾ മുതൽ എന്ന് പറഞ്ഞാൽ കറ്റ എന്നാണോ നീരാജനം ചെയ്തത്, സ്വർഗാസ്വർഗത്തിൽ ഉയർത്തപ്പെട്ടത്, അന്ന് മുതൽ കൊണ്ടുവന്ന ദിവസം മുതൽ എണ്ണി 7 ശബത്ത്, 7 49 ദിവസം കഴിഞ്ഞ് 50-ാമത്തെ ദിവസം 7-ാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാസ്വർഗത്തിൽ ചെന്നത് ശബത്ത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ്, ഉയർപ്പിന്റെ നാളാണ്. ഉയർപ്പിന്റെ നാളിൽ എത്തിയ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അന്ന് മുതൽ 7 ശബത്ത് തികയണം. 7-ാമത്തെ ശബത്തിന്റെ അടുത്ത ദിവസം വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. അപ്പോൾ 50-ാമത്തെ ദിവസത്തെയാണ് പെന്തക്കോസ്ത് ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ അഭിമാനിക്കാൻ കാരണം, നിഴലായി ഇസ്രായേൽ ഇന്നും ആചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ യഥാർത്ഥമായ പൊരുളായി തീർന്നത് ദൈവത്തിന്റെ ദേഹമായിരിക്കുന്ന സഭയായിരിക്കുന്ന പെന്തക്കോസ്തുകാരാണ്. അതിനെയാണ് ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കൃത്യമാണല്ലോ. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ കൃത്യമല്ലേ? നമ്മൾ ആചരിച്ചു പോരുകയല്ല, അനുഭവിച്ചു പോരുന്നവരാ. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് അവനെ ആദ്യഫലമായി ആദ്യത്തെ കറ്റയായ സ്വർഗാസ്വർഗത്തിൽ ഇവൻ എത്തിയ ശേഷമായി അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ശബത്ത് കഴിഞ്ഞ അടുത്ത ദിവസം അന്ന് മുതൽ 7 49 ദിവസം എണ്ണി ആ ശബത്ത് കഴിഞ്ഞ് 50-ാം ദിവസം കാത്തിരുന്നു പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം ദൈവത്തിന് അർപ്പിക്കുവാൻ. ലേവ്യ പൗരോഹിത്യ പ്രകാരം ഭോജനയാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനാകുന്ന വിളവിൽ നിന്ന് പെന്തക്കോസ്ത് നാളിൽ 120 പേരടങ്ങുന്ന ഒരു സംഘത്തെ അന്ന് പുതിയ ധാന്യമായി പുതിയ നിയമസഭയായി എടുത്തതിനെയാണ് പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത്. അന്ന് മുതൽ ആണ് കൊയ്ത്ത് പെരുന്നാൾ ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ കൊയ്ത്ത് പെരുന്നാളും പെന്തക്കോസ്തുമായുള്ള ബന്ധം മനസ്സിലായല്ലോ. 7 49 ദിവസം കഴിഞ്ഞ് 50-ാമത്തെ ദിവസം അതിനെയാണ് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു നേരിട്ട് സ്വർഗാസ്വർഗത്തിൽ എത്തിയതിനു ശേഷം 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് നാള്. ആ നാൾ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് ഇവിടെ ഇറങ്ങി വന്ന് പുതിയ ധാന്യത്തെ
സെലക്ട് ചെയ്ത് അന്ന് തുടങ്ങിയ പഴയതല്ല, പുതിയതാണ് പുതിയ നിയമസഭ എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമസഭ അത് നിഴലായിരുന്നു, പുതിയ നിയമസഭ അത് പൊരുളാണ് എന്നാണ് അത് തുടങ്ങിയത്. പെന്തക്കോസ്ത് ദിവസം 50-ാം ദിവസം കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റതിൻ്റെ 49 ദിവസം 50-ാം ദിവസമാണ് പെന്തക്കോസ്ത് സഭ. നാളിൽ ദൈവത്തിൻ്റെ പുതിയ ധാന്യം എന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടികളായി തീർന്നവരെ കുറിച്ചുള്ള സഭ പണിയപ്പെട്ടത്. അതിനെയാണ് ഈ പറയുന്ന കൊയ്ത്ത് പെരുന്നാൾ ആരംഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആദ്യ വിളവ്, യഹോവയ്ക്ക് ആദ്യ വിളവ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഉള്ള ആദ്യ വിളവാണ് പെന്തക്കോസ്ത് നാൾ മുതൽ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെയാണ് കൊയ്ത്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. ഇത് അക്ഷരികമായിട്ട് ആദ്യ വിളവ് ലേവ്യ പെന്തക്കോസ്ത് നാളിൽ ദൈവസഭയുടെ ആരംഭത്തോടുകൂടി ആദ്യ വിളവ് ശേഖരിക്കപ്പെട്ടു തുടങ്ങി. ഇത് അക്ഷരികമായി പൂർത്തീകരിക്കപ്പെടുന്ന 3 ഘട്ടങ്ങളിലായിട്ടാണ്. അവ 3 കുറിച്ചും നമ്മൾ ഇനി അത് പൂർത്തീകരിക്കപ്പെടണം. അപ്പോൾ ശേഖരിച്ചു തുടങ്ങി. അത് സ്വർഗാസ്വർഗത്തിൽ എത്തുന്നതിനെ കുറിച്ച് നമുക്ക് അറിയാം. അത് ഓരോ ഘട്ടങ്ങളായിട്ട് ഇപ്പോൾ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. അത് സ്വർഗാസ്വർഗത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ആദ്യത്തെ കറ്റ മാത്രമേ സ്വർഗാസ്വർഗത്തിൽ 2000 വർഷം മുമ്പ് സ്വർഗാസ്വർഗത്തിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ശേഖരം തുടങ്ങി. അത് എന്നാണ് അതിൻ്റെ പൂർത്തീകരണമെത്തുന്നത്? മണവാട്ടി സഭയുടെ മരിച്ചുവീഴുന്ന പുനരുത്ഥാനം, 2 സാക്ഷിയുടെ പുനരുത്ഥാനം, 1-ാമത്തെ പുനരുത്ഥാനം. കൊയ്ത്ത് പെരുന്നാളുള്ള ബന്ധത്തിൽ നടക്കുന്നത് അത് ദൈവസഭയുള്ള ബന്ധത്തിലുള്ള വിശുദ്ധന്മാരുടെ സ്വർഗീയ തേജസ്സിനുള്ള ബന്ധത്തിലാകുന്നു. അതോടൊപ്പം തന്നെ പഴയ നിയമ വിശുദ്ധന്മാരും ഈ പറയുന്ന ഗണത്തിനോട് അവരോട് ചേർന്നല്ല നിൽക്കുന്നതെങ്കിലും അവിടെ പുനരുത്ഥാനത്തിൽ അവരും അവിടെ എത്തിച്ചേരും എന്നുള്ളതും ഇതിനുള്ള ബന്ധത്തെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കൊയ്ത്ത് പെരുന്നാൾ യഥാർത്ഥത്തിൽ പുതിയ നിയമസഭയുള്ള ബന്ധത്തിലാണ്. അത് 3 ഘട്ടങ്ങളിലായിട്ടാണ് സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരുന്നത്. മണവാട്ടി സഭ, അതുപോലെ തന്നെ 2 സാക്ഷിയുടെ പുനരുത്ഥാനം, 1-ാമത്തെ ഇതിനകത്ത് 3-ലും ദൈവസഭയോടുള്ള ബന്ധത്തിലാണ് പ്രാധാന്യത ഉള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരും അതുപോലെ തന്നെ 144,000 സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരും എന്നുള്ളതും നമുക്കറിയാം. ഇതിൻ്റെ അവസാനമായി പറഞ്ഞിരിക്കുന്ന പെരുന്നാൾ കായ്ക്കനി പെരുന്നാളാണ്. കായ്ക്കനി പെരുന്നാളിനെ കുറിച്ച് പുറപ്പാട് ദിവസം 23-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കായ്ക്കനി പെരുന്നാൾ എന്നുള്ളത്. 23-16 സംവത്സരത്തിൻ്റെ 3 പ്രാവശ്യം എനിക്ക് ഉത്സവം ആചരിക്കണം, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ അബീബ് മാസത്തിൽ നിശ്ചയ സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. അന്നല്ലോ നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. എന്നാൽ വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത്. അതിൻ്റെ 16 വയലിൽ വിതച്ച വിതയുടെ ആദ്യഫലം എടുക്കുന്ന കൊയ്ത്ത് പെരുന്നാൾ. അപ്പോൾ ഇത് ആദ്യഫലമാണ്. പക്ഷെ യേശുക്രിസ്തു ഭൂമിയിൽ വിതച്ച വിളവൻ്റെ ഇതല്ല. അപ്പോൾ ഭൂമിയിൽ വയലിൽ വിതച്ചത് ആദത്തെയാണ് ദൈവം ഭൂമിയിൽ വിതച്ചത്. അപ്പം അതിൽ നിന്ന് വിതച്ച വിതയുടെ ആദ്യഫലമെടുക്കുന്ന കൊയ്ത്ത് പെരുന്നാൾ, ആദ്യഫലമായി വീണ്ടും ജന്മം പ്രാപിക്കുന്ന പുതിയ നിയമസഭയോട് ശേഖരിക്കുന്നതാണ് കൊയ്ത്ത് പെരുന്നാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. 23-ാം അധ്യായം 16-ാം വാക്യം കൊയ്ത്ത് പെരുന്നാളും ആണ്ടറുതിയിൽ വയലിൽ നിന്ന് നിന്റെ വേലയുടെ ഫലം കൂട്ടിത്തീരുമ്പോൾ കായ്ക്കനി പെരുന്നാളും ആചരിക്കണം. ആണ്ടിൻ്റെ അവസാനത്തിൽ ചെയ്യേണ്ടതാണ് ഈ പറയുന്ന കായ്ക്കനി പെരുന്നാൾ. അത് കൂടാര പെരുന്നാളുടെ ബന്ധത്തിലാണ്. എപ്പോഴാണ് ചെയ്യുന്നത്? ആണ്ടറുതിയിൽ. വയലിൽ വിതച്ച വിതയുടെ അനുഭവം ആണ്ടറുതിയിൽ വയലിൽ നിന്ന് നിന്റെ വേലയുടെ ഫലം കൂട്ടിത്തീരുമ്പോൾ ഇതിനെ കൂട്ടിത്തീർക്കുകയാണ്. വൃതന്മാരെ അയച്ച് കൂട്ടിത്തീർക്കുകയാണ്. ഇതിന് 3 ഘട്ടങ്ങളുണ്ട്. 1 വൃതന്മാരെ ചേർക്കുന്നത്, 2 മുന്തിരിക്കുല അറുത്തെടുക്കുന്നത്, 3 നീതിമാന്മാരെ ദുഷ്ടന്മാരിൽ നിന്ന് വേർതിരിക്കുന്നത്. കൂട്ടിച്ചേർത്തിട്ട് നല്ലതിനെ ദൈവം ശേഖരിക്കുകയും അല്ലാത്തതിനെ എറിഞ്ഞു കളയുകയും ചെയ്യുന്നത്. ലോകാവസാനം സംഭവിക്കുമെന്ന് പറഞ്ഞല്ലോ. വയലിലിടുന്ന ആ വലയിൽ നിന്ന് എല്ലാവിധ മീനും പിടിക്കുന്നു, നല്ലത് ശേഖരിച്ച് വയ്ക്കും, അഴുക്കെന്ത് ചെയ്യും? എറിഞ്ഞു കളയും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ലോകാവസാനത്തിൻ്റെ അവസാനം നടക്കുന്ന ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കായ്ക്കനി പെരുന്നാൾ എങ്ങനെ അത് പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് ഇപ്പം നമ്മളിത് പഠിച്ചതിൽ യേശുക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആദ്യഫല പെരുന്നാളെക്കുറിച്ച് മനസ്സിലായി. പിന്നീട് നമ്മൾ മനസ്സിലാക്കി കൊയ്ത്ത് പെരുന്നാളിൽ ആദ്യ വിളവാകുന്ന
ദൈവസഭയെക്കുറിച്ചും വിശുദ്ധ സ്വർഗദേശ പ്രാപിക്കുന്നവരെക്കുറിച്ചുമുള്ളത് നമ്മൾ മനസ്സിലാക്കി. കൊയ്ത്ത് പെരുന്നാളുടെ ബന്ധത്തിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് കായ്ക്കിനി പെരുന്നാളുടെ ബന്ധത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന നിഴലായ വിഷയങ്ങൾ പൊരുളായിത്തീരുന്നതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 3 ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടം നടക്കുന്നത് വൃതന്മാരെ ചേർക്കുന്നതാണ്. അതിനെക്കുറിച്ചാണ് ആണ്ടറുതിയിൽ അഥവാ കൊയ്ത്തിന്റെ അവസാനത്തിൽ, ലോകാവസാനത്തിന്റെ അവസാനത്തിലാണ് കായ്ക്കിനി പെരുന്നാൾ നടക്കുന്നത്. ഇതെല്ലാം വചനപരമായിട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ അന്ന് നിലനിന്നിരുന്ന സകല ആചാരങ്ങളും പെരുന്നാളുകളും അത് പുതിയ നിയമത്തിൽ പൊരുളായിത്തീരുന്നു എന്നുള്ളതിന് സംശയം കാണത്തില്ലല്ലോ. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകവും പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഈ കാർഷിക വിളവെടുപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ കറ്റയും ആദ്യ വിളവും കായ്ക്കിനി പെരുന്നാൾ, ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കായ്ക്കിനി പെരുന്നാളുടെ ബന്ധത്തിൽ നടക്കുന്ന ഒന്നാം ഘട്ടത്തിലുള്ള കൂട്ടിച്ചേർക്കൽ നടക്കുന്നത് തൻ്റെ വൃതന്മാരെ ചേർക്കുന്നതിനെ കുറിച്ചാണ്. ഇനിയും ഇത് സംബന്ധമായിട്ട് സംശയം ആർക്കും ഉണ്ടാകുകയില്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇവരെ എങ്ങനെ ചേർക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പുത്രൻ കൂടെ അറിയാത്ത ദൂതന്മാരും ഒന്നും അറിയാത്ത രഹസ്യമായിരിക്കുന്ന ഏത് നാളിലും നാഴികയിലും വരുന്ന അറിയാതിരിക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പൊൻകിരീടധാരിയായി യേശുക്രിസ്തു വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന്, അതുപോലെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്നാണ് പിതാവാം ദൈവത്തിന്റെ അള്ളപ്പാട് പുത്രനാം ദൈവത്തിന് അറിയിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരുന്നു, ആ നാളും നാഴികയെ സംബന്ധിച്ച് സ്വർഗത്തിലെ ദൂതന്മാരോ പുത്രൻ പോലും അറിയുന്നില്ല. കർത്താവിന് തൻ്റെ പുത്രനെ അയച്ചു കഴിഞ്ഞപ്പോൾ അന്ന് നടക്കേണ്ടുന്ന അതിനോട് ബന്ധത്തിൽ അരിവാൾ അയച്ചു, അത് ഭൂമിയിലേക്ക് എറിഞ്ഞു. യോബേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അരിവാളിടുവീൻ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് കൊയ്ത്ത് നടക്കുന്നത്. വന്ന് ചവിട്ടുവീൻ ചക്ക നിറഞ്ഞിരിക്കുന്നു, തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു, അവയുടെ ദുഷ്ടത മുന്തിരിക്കൊല ക്രോധത്തിന്റെ ചക്കരിട്ട് മരിക്കുന്നതിനെ കുറിച്ചാണ്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. പ്രവാചകന്മാരൊക്കെ പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങളെ ഓരോന്നിനോടുള്ള ബന്ധത്തിൽ അവർ ഒരു വാക്കിൻ്റെ അകത്ത്, ഒരു വാചകത്തിൻ്റെ അകത്ത്, ഒരു സെന്റൻസിൻ്റെ അകത്ത് 1-2 കാര്യങ്ങളൊക്കെ അവർ രേഖപ്പെടുത്തി വയ്ക്കും. അതാണ് പഴയ നിയമത്തിലെ പ്രവചനം. അതിനെ നമ്മൾ വിശകലനം ചെയ്ത് ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കണം. ഇപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നടക്കുന്നതാണ് അരിവാളിടുവീൻ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വന്ന് ചവിട്ടുവീൻ ചക്ക നിറഞ്ഞിരിക്കുന്നു, തൊട്ടികൾ നിറക്കമിഞ്ഞിരിക്കുന്നു, അവരുടെ ദുഷ്ടത വലിയതല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സംഭവം നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കർത്താവ് തൻ്റെ മഹത്വ പ്രത്യക്ഷം നടക്കുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവനുടനെ അരിവാൾ വയ്ക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 4:26-21 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കൊയ്ത്ത് ലോകാവസാനമാണെന്ന് പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് മനസ്സിലായല്ലോ. ആദ്യ ഫല പെരുന്നാൾ മുതൽ കൊയ്ത്ത് പെരുന്നാൾ, കായ്ക്കിനി പെരുന്നാൾ എന്നുള്ള തത്വത്തിലാണ് ഇത് തീരുന്നത്. ആണ്ടറുതിയിൽ പറഞ്ഞാൽ ആ കൃഷി തീരുന്നു. ആദത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മുഖാന്തരമായി ദൈവത്തിന്റെ ചേരാനുള്ള ഇവരെ ചേർത്തെടുക്കുന്നതിൽ ദൈവത്തിനോട് ചേർക്കാൻ വേണ്ടി, മനുഷ്യനോട് നിരപ്പിക്കാൻ വേണ്ടി വന്ന യേശുക്രിസ്തുവാണ് ആദ്യത്തെ കറ്റയായി സ്വർഗാസ്വർഗത്തിൽ പ്രവേശിച്ചത്. അതിനുശേഷമായി ശേഖരിക്കപ്പെടുന്ന ആദ്യ വിളവ് 3 ഘട്ടങ്ങളിലായിട്ട് സ്വർഗീയ പർദീസയിൽ നിന്ന് 1, 2, 3 സ്വർഗങ്ങളിൽ നിന്നും അതുപോലെ ഭൂമിക്ക് കീഴിൽ നിന്നും സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവരെത്തുന്നതാണ് കൊയ്ത്ത് പെരുന്നാൾ. അതാദ്യത്തെ വിളവാണ്. അതിനുശേഷമായി കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത്തിലാണ് കായ്ക്കിനി പെരുന്നാൾ നടക്കുന്നത്. അന്ന് നടക്കുന്നതിൽ പ്രാരംഭ സംഭവമാണ്. നമ്മൾ സുവിശേഷങ്ങൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെ നടക്കുന്നു എന്നുള്ളതിന് ഉള്ള സംഭവത്തിന്റെ വിശദീകരണമാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഏത് ദിവസത്തിൽ നടക്കുമെന്നോ എപ്പോൾ നടക്കുമെന്നോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. പക്ഷെ എന്നാൽ ഇത് സംഭവിക്കുന്നത് ദാനിയേൽ പ്രവചനത്തിന്റെ കണക്കനുസരിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചിരുന്നു. പ്രസവവേദനയാകുന്ന ഇത്, പ്രസവവേദന എന്ന് പറയുമ്പോൾ ആദ്യജാതന്മാരുടെ സഭയോടുള്ള ബന്ധത്തിൽ ആത്മീയമായിട്ടുള്ള ജനനത്തോടുള്ള ബന്ധത്തിലുള്ള പ്രസവവേദനയുണ്ട്. അത് ഇതുമായിട്ട് ചേർത്ത് പഠിക്കരുത്. അപ്പം അത് രണ്ടാണ്. ഒന്ന് ലോകത്തിലുണ്ടാകുന്ന കഷ്ടതയോടുള്ള ബന്ധത്തിലാണ് ഈ പറയുന്ന ഈറ്റുനോവും പ്രസവവേദനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിലുണ്ടാകാൻ പോകുന്ന വലിയ കഷ്ടതയെക്കുറിച്ചാണ്. എന്നാൽ റോമർക്കെഴുതിലെ 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈറ്റുനോവ്, യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വേദന വരും മുമ്പേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയും ഇതിനുള്ള ബന്ധത്തിൽ, വേദനയുടെ ബന്ധത്തിൽ ഈറ്റുനോവിനെ കുറിച്ചും അതുപോലെ പ്രസവത്തിനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്.
എന്നാൽ ദൈവത്തിന്മാരുടെ വെളിപ്പാടിനെ കുറിച്ച് 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവ്വസൃഷ്ടിയും ഇന്ന് വരെ ഞെരുങ്ങി ഈറ്റുനോവോട് ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമി ദൈവം ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. അപ്പോൾ ഭൂമി പാപമുഖാന്തരമായി, മനുഷ്യന്റെ പാപമുഖാന്തരമായി ഭൂമി ശപിക്കപ്പെട്ടു പോയി. ആ ശാപം ദൈവം നോഹയുടെ പ്രളയത്തോടുകൂടി അതിനെ മാറ്റി. അതിനുശേഷമായി മനുഷ്യൻ ജനിക്കപ്പെട്ടു. അതിനുശേഷമായിട്ടുള്ള മനുഷ്യനും വഴിതെറ്റിപ്പോയി. യേശു കർത്താവ് ലോകത്തിൽ വന്ന ശേഷമാണ് ഈ ഭൂമിയിൽ ആദ്യമായി വിശുദ്ധനായിരിക്കുന്ന ഒരുവന്റെ പാദം ചവിട്ടത് കർത്താവ് യേശു ക്രിസ്തുവിനാണ് മുഖാന്തരമാണ്. അപ്പൊ അന്നു മുതൽ ലോകം ഈറ്റുനോവോടിരിക്കുന്ന സൃഷ്ടിയുടെ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിന്റെ പ്രധാന കാരണം ഈ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ സ്വർഗാസ്വർഗത്തിൽ എത്തുന്നതാണ് ഏറ്റവും ആനന്ദകരമായ കാര്യം. അത് പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ് സർവ്വസൃഷ്ടിയും എന്നൊരു പ്രപഞ്ചം എന്നുവരെ ഈറ്റുനോവോടെ ഞെരുങ്ങിക്കാത്തിരിക്കുന്നത്. ഞങ്ങളിൽ നിന്ന് ഉളവായ, അല്ലെങ്കിൽ ഞങ്ങളിൽ ജനിച്ചു വളർന്ന, ഈ ഭൂമിയിൽ ജനിച്ചു വളർന്ന ഒരു കൂട്ടം ആൾക്കാർ സ്വർഗാസ്വർഗത്തിൽ പുത്രത്വം പ്രാപിച്ചെടുക്കപ്പെടുമെന്നുള്ള ആ കാഴ്ചപ്പാടിൽ അവർ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നു, അവർ സന്തോഷിക്കുന്നു. ആലോചിച്ച് നോക്കി, ഇവിടെ ജനിച്ച സകല മനുഷ്യരും നരകാഗ്നിയിലേക്ക് പോകേണ്ടി വന്നെങ്കിൽ ഈ സൃഷ്ടി കൊണ്ട് അത് പ്രയോജനമില്ലായിരുന്നു. അത് ശാപത്തിനടുത്ത നാശത്തിന് വേണ്ടിയാണ്. പക്ഷെ എന്നാൽ ദൈവത്തിന് ഒരു സൃഷ്ടി പോലും നാശത്തിനുള്ളതല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ അത് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന സൃഷ്ടി. എന്നാൽ നമുക്കറിയാം, അഗ്നിനരകം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നേക്കുമുള്ള നിത്യനാശത്തിന് വേണ്ടിയാണ്. അവിടെ നിന്ന് വേറൊരു മാറ്റമില്ല. എന്നാൽ ഭൂമിയെ, പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചതിനകത്ത് നിന്ന് ദൈവത്തോട് ചേരുവാനുള്ള, ദൈവിക സിംഹാസനത്തിലെത്താനുള്ള ഒരു പുതിയ സൃഷ്ടിയെ ദൈവം സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ആ സൃഷ്ടിയുടെ വെളിപ്പാടിന് വേണ്ടിയാണ് സർവ്വസൃഷ്ടിയും ഈറ്റുനോവോടെ ഞെരുങ്ങിയിരിക്കുന്നത്. അത് സർവ്വസൃഷ്ടിയുടെ ഈറ്റുനോവാണ്, ഒരിക്കലും ലോകത്തിന്റെ ഈറ്റുനോവല്ല. നാമും നമ്മുടെ ഉള്ളിൽ ഞെരുങ്ങി നാം കാത്തിരിക്കുകയാണ്. നമ്മളിത് ദിവസങ്ങളിൽ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നാമും ഉള്ളിൽ ഞെരുങ്ങി ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാമല്ലോ, ഒരു പുഷ്പം, ഒരു പൂമ്പാറ്റ, ബട്ടർഫ്ലൈ ഉണ്ടാകാനായിട്ട് അതിൻ്റെ ഘട്ടങ്ങളുള്ളതുപോലെ നാമും ഞെരുക്കമാണ്. നമുക്കറിയാം, ഒരു പൂമ്പാറ്റ ഉണ്ടാകുന്നതിൻ്റെ അവസാന ഘട്ടമാണ് ചെറിയൊരു സുഷിരത്തിലൂടെ ഇത് ലാർവ എന്ന പുഴു അത് വികാസം പ്രാപിച്ച് വെളിയിൽ വരുമ്പോഴാണ് അതിൻ്റെ ചിറകുകൾ രൂപാന്തരപ്പെട്ട് പറക്കത്തക്ക രീതിയിലേക്കാകുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടതയിലൂടെയൊക്കെ കടന്നുപോയി രൂപാന്തരപ്പെട്ട ചിറക് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. കർത്താവ് വരുമ്പോൾ പറന്നു പോകാൻ വേണ്ടി, അവനോടുകൂടെ ഉയരത്തിൽ പോകാൻ വേണ്ടിയുള്ള കഷ്ടഞെരുക്കങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മുടെ ആത്മാവിൽ അതിനെ നാം ദിവസങ്ങളിൽ ഞെരുങ്ങി കാത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോകാവസാനത്തിന്റെ അവസാനത്തിൽ നടക്കുന്ന കഷ്ടം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ കഷ്ടതയെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇനിമേൽ ഉണ്ടാകാത്തതുമായ വലിയ കഷ്ടതയൊന്നും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ തെളിവുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം തന്നെ പറയും, ഇവിടെ എല്ലാം നശിച്ചുപോയേ, കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ വയ്യേ എന്നൊക്കെ പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വടി വെട്ടിയിട്ട് പോലുമില്ല. എന്തോ ഒരു കാലലക്ഷണം മാത്രമേ. ഇപ്പോൾ നമ്മൾ പറയണം, ഇത് സുപ്രസാദ കാലമാണ്, രക്ഷാദിവസമാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാലമാണ്. ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് നാം അസ്വസ്ഥതയുള്ളവരായിട്ടല്ല, സ്വസ്ഥതയുള്ളവരായിട്ടാണ് നാം ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മളെ സ്വസ്ഥതയുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഭരിക്കുന്നത് കൊണ്ട് ഏത് കലങ്ങി മറിയുന്ന വിഷയത്തിലും അസ്വസ്ഥത അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ക്രോധ ദിവസത്തിൽ സ്വർഗം തുറന്ന് കുഞ്ഞാടാൻ ദൈവവും അവൻ്റെ സൈന്യവും ഭൂമിയിലേക്ക് പുറപ്പെടുന്നത് സ്വർഗത്തിൽ നടക്കുന്ന കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ശേഷമാണെന്ന് നമുക്കറിയാം. അന്ന് അവൻ്റെ കാന്തിയോടും അവൻ്റെ സകല വിശുദ്ധന്മാരോടും ദൂതന്മാരോടും കൂടിയാണ് കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. മഹാ തേജസ്സോടു കൂടെ വരുന്ന മനുഷ്യപുത്രനെ മാത്രമാണ് തുടർന്നുള്ള ദർശനങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ കാണുന്ന അതേ കാര്യം തന്നെയാണ് മനുഷ്യപുത്രൻ സദൃശനായ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാരംഭ കാര്യം കുവൈത്തോടുള്ള ബന്ധത്തിൽ ഇത് നമ്മളത് മനസ്സിലാക്കിയത് കൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന വെളുത്തൊരു മേഘം എന്നത് ദൈവ തേജസ്സിനെയാണ് വ്യക്തമാക്കുന്നത്. പാപവും എന്തുകൊണ്ടാണ് കർത്താവ് മേഘാരൂഢനായി വരുന്നത്? പാട്ട് പാടാൻ വേണ്ടിയാണോ? കർത്താവ് മേഘാരൂഢനായി വരുന്നതിൻ്റെ കാരണം എന്താ? കാരണമുണ്ട്. ദൈവത്തിൻ്റെ പൂർണ്ണമായ തേജസ് ഇവിടെ വെളിപ്പെടാൻ കഴിയത്തില്ല. അതുകൊണ്ട് പാപവും മരണവും
ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നത് വരെ ദൈവ തേജസ്സിന്റെ പൂർണ്ണത ഈ ഭൂമിയിൽ വെളിപ്പെടുകയില്ല. അത് വെളിപ്പെടുത്തുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയിലാണ്. ഒടുക്കത്തെ ശത്രുവാണ് മരണം നീങ്ങിപ്പോയി. ഇപ്പോഴത്തെ ആകാശവും ഇപ്പോഴത്തെ ഭൂമിയും ദുഷ്ടൻ വർദ്ധിച്ചിരുന്നവന്റെ പാർപ്പിടം എന്നെ കാണുകയില്ല എന്ന രീതിയിൽ കത്തി ചെയ്യപ്പെട്ട ശേഷമാണ് പുതിയ ആകാശം പുതിയ ഭൂമിയിലാണ് ദൈവ തേജസ്സിന്റെ പൂർണ്ണതയോട് പുതിയ യെരൂശലേം ഭൂമിയിലേക്ക് പുതുവാന ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. മനുഷ്യപുത്രന് സദൃശനായവൻ പൊൻകിരീടധാരിയായി കയ്യിൽ മൂർച്ചയുടെ അരിവാളുമായി മേഘത്തിൽ ഇരിക്കുന്നതായിട്ടാണ് യോഹന്നാൻ കാണുന്നത്. കാരണം ഈ പൂർണ്ണ തേജസ്സോടെ വരാൻ കഴിയാത്തതുകൊണ്ടാണ് മേഘാരൂഢനായി തേജസ് പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളെല്ലാം മേഘത്തിന്റെ അകത്താണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ തേജസ് വരുന്ന ആ വിശുദ്ധന്മാരുടെ തേജസ് മുമ്പിൽ സാധാരണ മനുഷ്യർ നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഒരു മേഘത്തിന്റെ ആവരണമിട്ട് അതിന്റെ മൂടുപടത്തിനുള്ളിലാണ് എന്ന് പറഞ്ഞാൽ മേഘം മൂടിയ ഒരു നിലവാരത്തിലാണ് ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഇതെല്ലാം മാറിപ്പോകുന്നത് പൊതുവാന ഭൂമിയിലേ സംഭവിക്കുകയുള്ളൂ. അരിവാളയച്ച് കൊയ്യുക എന്ന പിതാവാം ദൈവത്തിന്റെ സന്ദേശം കൈമാറുന്നത് സ്വർഗീയ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൂതനാണത്. തുടർന്ന് മനുഷ്യപുത്രൻ തന്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും കൊയ്ത്ത് ഭൂമിയിൽ നടക്കുകയുമാണ് ചെയ്യുന്നത്. പ്രധാനമകത്ത് പ്രത്യക്ഷം നടക്കുന്ന കൊയ്ത്തിൽ ബദർമാരെ ശേഖരിക്കുന്നതിനെ കുറിച്ച് ലോക അവസാന സംഭവങ്ങളോട് ബന്ധത്തിൽ കർത്താവ് വ്യക്തമായ സുവിശേഷത്തിൽ അടിച്ചെതിരിക്കുന്നതിനെ കുറിച്ച് മത്തായി സുവിശേഷം 24 അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്ന ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ ചന്ദ്രൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അതായത് സുവിശേഷം 24 അധ്യായം 29-31 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റായി വ്യാഖ്യാനിച്ച് ദൈവസഭയുടെ മണവാട്ടി സഭയെ ചേർക്കുന്നതാണ് എന്നുള്ളത് തെറ്റായ ചിന്താഗതി ആരെങ്കിലും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് മണവാട്ടി സഭയെ ചേർക്കുന്നതല്ല. ഇത് ചേർക്കുന്നത് വൃതന്മാരെ. ഇപ്പം വൃതന്മാർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഒറ്റ വാക്യത്തിൽ അങ്ങ് പിടുത്തമുണ്ട്. വൃതന്മാർ എലക്ട്, ഓരോ കാലഘട്ടത്തിലും സെലക്ട് ചെയ്ത എലക്ട് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പം വിളിക്കപ്പെട്ട അനേകർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവ് രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്ന കാര്യമാണ്. വിളിക്കപ്പെട്ട അനേകരാണ്. അപ്പം അത് കർത്താവത പറഞ്ഞു ലോക തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കമാണ് പറയുന്നത്. ഇവിടെയും ഈ വൃതന്മാരെ ദൈവം മഹാകാലം അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന് അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും എപ്പോഴാണ് ഇത് കൂട്ടിച്ചേർക്കുന്നത്? സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശ മേഘങ്ങളുമേൽ മഹാശക്തിയോടും തേജസ്സോടെ വരുന്നത് കാണും. അപ്പോൾ അത് സംഭവിക്കുന്നത് പരസ്യമായി പ്രത്യക്ഷപ്പെടുമ്പോഴാണ്. ദൈവസഭയെ കൂട്ടിച്ചേർക്കുന്നതല്ല. അത് ഞാനിത് ഈ ഒരു വിഷയം മാത്രം ഇപ്പോൾ എടുത്തു പോകുന്നില്ല, അതിൻ്റെ കാര്യമായ വിഷയം പറയുന്നു. അപ്പോൾ ഈ ദൂതന്മാരെ മഹാകാഹളധ്വനിയോട് കൂടി അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന് അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്ന് കൂടി ആദ്യമായി എന്ന് പറഞ്ഞാൽ കർത്താൻ രണ്ടാമത്തെ വരവ് നടക്കുന്ന വൃതന്മാരെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഈ അരിവാളാകുന്ന വചനം ദൈവം ഭൂമിയിലേക്ക് എറിഞ്ഞു കഴിയുമ്പോൾ ഈ വചനം ചെന്ന് 2 പേര് കിടക്കുന്നതിൽ നിന്ന് ആരാണോ മൃതനായിട്ടുള്ളതിനെ വേർതിരിക്കും. അതേക്കുറിച്ച് തുറന്ന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരെ വേർതിരിച്ച് നിർത്തുന്നതിനെ കുറിച്ചും ശേഖരിക്കുന്നതിനെ കുറിച്ചുമുള്ള ഉപമകൾ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഈ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള വിശദീകരണം ഞാൻ ഇനിയും ഇപ്പോൾ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 7 മുദ്ര, 7 കാഹളം, 7 കലശം എന്നിവയുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ കുഞ്ഞാട് 6ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറക്കുന്നതിനെ കുറിച്ച് പോകുന്നതിനെ കുറിച്ചും ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീരുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ കാഹളം പോകുന്ന കാലത്ത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയിൽ നിന്ന് 3 ബാധ തട്ടുകയും അവയിൽ 3 ഇരുണ്ടു പോവുകയും ചെയ്യുന്നു. 4ാമത്തെ കലശം സൂര്യൻ ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് മനുഷ്യർ ചുടുവാൻ തക്ക ചൂടാണ് പുറപ്പെടുന്ന നിമിത്തം ഭൂമിയിൽ അത്യുഷ്ണം ഉണ്ടാകുന്നു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ സൂര്യൻ, ചന്ദ്രൻ എന്നിവ ഇരുണ്ടു പോകുന്നു, നക്ഷത്രങ്ങൾ നിലം പൊത്തുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ
നടക്കുന്ന 7 പ്രധാന സംഭവങ്ങളിലെ പ്രഥമ സംഭവമായ വൃതന്മാരെ 4 ദിക്കുകളിൽ നിന്നും കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ്. അത് സംബന്ധമായി യേശു കർത്താവ് 3 ഉപമകളിൽ നിന്ന് 3 സുപ്രധാന കാര്യങ്ങളാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അന്ന് കർത്താവ് പറഞ്ഞ 3 ഉപമകളുണ്ട്. ആ 3 ഉപമകളും ഈ ഈ വൃതന്മാരെ കൂട്ടിച്ചേർക്കുന്നതിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ 3 ഉപമകൾ ഏതൊക്കെയാണെന്നുള്ളത് വേഗത്തിൽ ഒന്ന് ചിന്തിക്കുന്നു. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോയുള്ളൂ. ഈ പറഞ്ഞ ഉപമകളെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യ സംബന്ധമായി പറഞ്ഞ ഉപമകളൊക്കെ ദൈവരാജ്യയുടെ അക്ഷരികമായി നിറവേറപ്പെടുമ്പോൾ അതെല്ലാം പൂർത്തീകരിക്കപ്പെടണം. അത്രയും ചിന്തിച്ചാൽ മതി. കർത്താവ് ഉപമ പറഞ്ഞതെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഭൂമിയിൽ നിറവേറപ്പെടുമ്പോൾ കർത്താവ് ഉപമകളായി പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യ സംബന്ധമായ സകല ഉപമകളും പൂർത്തീകരിക്കപ്പെടും. ഇന്ന് രാത്രി നിങ്ങളൊരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ദൈവരാജ്യം സംബന്ധിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപമകൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക. ആ ഉപമകളൊക്കെ എപ്പോൾ നിറവേറപ്പെടുന്നു എന്നുള്ളത് ചോദിച്ചാൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ പൂർത്തീകരിക്കപ്പെടും. അതിനകത്ത് 3 ഉപമകൾ ഞാൻ വേഗത്തിൽ പ്രസ്താവിക്കാം. അതിൽ അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും കുറിച്ചുള്ള ഉപമ കർത്താവ് ലൂക്കോസ് സുവിശേഷം 21 അധ്യായം 29, 33, മത്തായി സുവിശേഷം 24, 32, 51, മർക്കോസ് സുവിശേഷം 13 28 മുതൽ 37 വാക്യങ്ങളിൽ അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും കുറിച്ചുള്ള ഉപമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സകല ലോകരാജ്യങ്ങളും ലോകാവസാനത്തിന്റെ അന്ത്യത്തിൽ തകർത്തിരിക്കുമെന്നാണ് കർത്താവ് ഉപമയിൽ പറഞ്ഞത്. പക്ഷെ പലരും ഈ വചനം അങ്ങ് വിടും. അത്തിയെ മാത്രം പിടിക്കും, ഇസ്രായേലിനെ മാത്രമേ പിടിക്കുകയുള്ളൂ. ഇസ്രായേലിനെ മാത്രം പിടിച്ച് അത്തിയുടെ ഉപമയെ പഠിക്കുകയുള്ളൂ. നമ്മള് കർത്താവിന്റെ കൃപയാൽ നമ്മൾ പഠിച്ച വിഷയങ്ങളുള്ള ബന്ധത്തിൽ അത്തി കൊണ്ടുള്ള അഗ്നി അഭിഷേകത്തെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അത്തിയെക്കുറിച്ചുള്ള വലിയ വിശദീകരണമായ ഒരു പഠനം നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അത് സംബന്ധമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അത്തിയെക്കുറിച്ച് മാത്രമല്ല ദിവസവും പഠിക്കേണ്ടത്. അതുപോലെ ഈ തളിർപ്പുണ്ടാകുന്നത്, വേനലിന് മുമ്പ് തളിർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 21 അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും കുറിച്ചുള്ള പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉപമ പറഞ്ഞതിൽ ഒരു ഭാഗത്ത് പറയുന്ന വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞിരിക്കുന്ന, ഒരിക്കലും വ്യത്യസ്തമായതുകൊണ്ടല്ല, അവര് കേൾക്കുന്ന കാര്യങ്ങൾ, അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അത് പരിശുദ്ധാത്മാവ് അതിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നമ്മളിതെല്ലാം കൂടെ എടുത്ത് പഠിക്കണം, താരതമ്യം ചെയ്ത് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ വ്യക്തത ലഭിക്കുന്നത്. 21 അധ്യായം 29, 33 വാക്യങ്ങൾ ഞാനിവിടെ പരസ്യമായി വായിക്കുന്നു. അവരോട് പറഞ്ഞു തന്നാൽ, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ. സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. കർത്താവ് ഇവിടെ പറഞ്ഞത് ദൈവസഭ എടുക്കപ്പെടുന്നതിനുള്ള ബന്ധത്തിലല്ല പറഞ്ഞത്, ദൈവരാജ്യ സംബന്ധമായ കാര്യമാണ് കർത്താവുമായി പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യ സംബന്ധമായി പറഞ്ഞിരിക്കുന്ന ഉപമകൾക്ക് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുള്ള ബന്ധത്തിലാണ് അതിന് പ്രാധാന്യതയുള്ളത്. അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ വേണം പഠിക്കുവാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഉപമ പഠിക്കുമ്പോൾ ഇസ്രായേൽ മാത്രമാണോ തളർക്കുന്നത്? അല്ല, ലോകത്തിലുള്ള സകല വൃക്ഷങ്ങളും തളർക്കും. അങ്ങനെയല്ലേ ഇപ്പോൾ കാണുന്നത്? എല്ലാ രാഷ്ട്രങ്ങളും തളർത്തുകൊണ്ടിരിക്കുകയല്ലേ? അത് തളർക്കുക തന്നെ ചെയ്യും. എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെയാണ് കണ്ടുപിടുത്തങ്ങൾ, വളർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യകൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ഇതെല്ലാം വളരെ വേഗത്തിൽ ആയതുകൊണ്ട് ഇപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരു 50 വർഷം മുമ്പ്, ഒരു 150 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ച് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് അതിൻ്റെ ബാക്കിയുള്ളവർക്ക് ലഭിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ 50 വർഷം മുമ്പ് ഇപ്പോൾ ഉപയോഗിക്കുന്നതൊക്കെ അമേരിക്കയും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ നേരത്തെ ഉപയോഗിച്ച. പക്ഷെ ഇന്ന് ഈ പറയുന്ന സകല കാര്യങ്ങളും, എവിടെയെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ എല്ലായിടത്തും വരും, എവിടെയെങ്കിലും പുതിയൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചാൽ എല്ലായിടത്തും കിട്ടുന്നു. അപ്പോൾ അത്തി മുതലായ
സകല വൃക്ഷങ്ങളെയും നോക്കുവീൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനലടുത്തിരിക്കുന്നു. എന്നാൽ ബാക്കിയുള്ള രണ്ട് സുവിശേഷം എഴുതിയപ്പോൾ അതേക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. മത്തായി എഴുതിയപ്പോഴും മർക്കോസ് എഴുതിയപ്പോഴും സകല രാജ്യങ്ങളെക്കുറിച്ചും പറഞ്ഞില്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തു വെച്ച് പഠിപ്പിക്കരുത്, അതേക്കുറിച്ച് പ്രസംഗിക്കരുത്. അത് പൂർണ്ണമാകത്തില്ല. പുള്ളി ഞാൻ ഇത് ഒരു ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇത് വചനം കാണിച്ചു തരാൻ പറഞ്ഞു ഒരാളും. ഞാൻ കാണിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെയും മനുഷ്യൻ പഠിച്ചു വെച്ചിരിക്കുന്ന അത്തിയെക്കുറിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഈ സകല വൃക്ഷങ്ങൾ എന്നുള്ള വിഷയം മനസ്സിലായിട്ടില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി പറഞ്ഞാണ് വിചാരിച്ചത്. എന്നോട് പറഞ്ഞത് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രമാത്രം സംശയമുള്ളൊരു വിഷയമാണല്ലോ എന്നുള്ളത്. അപ്പം ഈ കേട്ടിരിക്കുന്ന മുഴുവൻ അത്തിയെക്കുറിച്ചേ ഉള്ളൂ. എന്നാൽ നമ്മൾ എഴുതിയ പഠിപ്പിച്ച പുസ്തകത്തോടുള്ള ബന്ധത്തിൽ പ്രധാന കവിയാൽ നമ്മൾ പഠിപ്പിച്ചല്ലോ, മനസ്സിലാക്കിയല്ലോ. പിന്മഴയെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തല്ലോ, പഠിപ്പിച്ചല്ലോ. അന്ന് വഴിയരികെയുള്ള അത്തിയെക്കുറിച്ചും തോട്ടത്തിനകത്തുള്ള അത്തിയെക്കുറിച്ചും അങ്ങനെയുള്ള അത്തികളെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ചിരുന്നു. അത്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ വഴിയരികളുടെ അത്തിയെക്കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ, തോട്ടത്തിൽ നിൽക്കുന്ന അത്തിയെക്കുറിച്ച് പഠിക്കണം. അപ്പം അതുപോലെ അങ്ങനെ പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അല്ല ഒരു ഭാഗം മാത്രമല്ല എടുത്ത് പഠിക്കേണ്ടത്. ഇവിടെ ഞാനിത് പറഞ്ഞത് ഇസ്രായേൽ മാത്രമല്ല തളർക്കുന്നത്, അമേരിക്ക മാത്രമല്ല തളർക്കുന്നത്, ലോകത്തിലുള്ള സകല രാജ്യങ്ങളും തളർക്കുമെന്ന് ഞാനിന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികത്തിൽ പറയുകയാണ്. ഒരു രാഷ്ട്രം പോലും പുറകോട്ട് പോകത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാലത്ത് ഇരുളായിരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഇരുണ്ട ഭൂഖണ്ഡമായിരുന്ന ആഫ്രിക്ക ഇരുണ്ടതാണോ? അല്ല, അവിടെയും വെളിച്ചം പകർന്നു. സുവിശേഷം ലോകത്തിലെത്തിക്കൊണ്ടിരിക്കുക, വെളിച്ചമായിക്കൊണ്ടിരിക്കുക. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വെളിച്ചം ഉയർച്ച തളർത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? തളർത്തുകൊണ്ടിരിക്കുന്നു. ഇത് വരുമ്പോൾ സൂക്ഷിച്ച ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന അറിയിക്കുന്നത്. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ആസന്നമായി എന്നതാണ് ലോക രാജ്യങ്ങൾ തളർക്കുന്നതിൽ നിന്ന് കാണിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യം ഉൾപ്പെടെ, ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, ബാക്കിയുള്ള നമുക്കറിയാം ആദ്യമായിട്ടുണ്ടാകുന്ന തളർപ്പൊക്കെ യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒക്കെ ഉണ്ടായി, ഓസ്ട്രേലിയ ഒക്കെയുള്ള രാജ്യങ്ങൾക്കുണ്ടായി. എന്നാൽ ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെട്ട ആഫ്രിക്കയിൽ ഇന്ന് ഇരുണ്ട അവസ്ഥയല്ല. അതിന് മാറ്റമുണ്ടായി. കാരണം ആധുനിക സാങ്കേതിക വിദ്യകളും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും ഇതെല്ലാം ഡെവലപ്പ് ആകുന്നതുകൊണ്ട് ഇന്ന് ഒരു രാഷ്ട്രം പോലും പുറകോട്ട് മാറി നിൽക്കുന്നില്ല. എല്ലാവർക്കും ഒരുപോലെ ആധുനികതയിലേക്ക് വളരാൻ, തളർത്തു വരുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കർത്താവ് 2000 വർഷം മുമ്പ് ലോകരാജ്യങ്ങളെ നോക്കി കർത്താവ് പ്രവചിച്ചതാണ് ഇത് നിറവേറുന്നത്. അപ്പം ഇതുകൊണ്ട് നമ്മൾ പോകുമേ എന്ന് പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെടുകയല്ല ചെയ്യേണ്ടത്. ചിലർക്ക് അങ്ങനെ ഒരു ഭയങ്കര കാര്യമാണ്. നമ്മളിപ്പോൾ പോകുമേ, അവിടെ നടക്കുന്ന യുദ്ധം, ഇവിടെ നടക്കുന്ന യുദ്ധം, അങ്ങനെ വേവലാതിപ്പെട്ട എന്താ കാര്യം? ഇവിടെ പോകാനുള്ളവന് ഒരുങ്ങി നിന്നാൽ മതി, അതിന് കാത്തു നിന്നാൽ മതി. അല്ലാതെ വേവലാതിപ്പെടുകയല്ലേ ചെയ്യേണ്ടത്. അവിടെ യുദ്ധം നടന്നു, ഇവിടെ യുദ്ധം നടക്കും, ഇപ്പം കർത്താവ് വരും. ഇങ്ങനെയാണോ ഒരുങ്ങുന്നത്? അങ്ങനെയല്ല ഒരുങ്ങുന്നത്. അത് ലക്ഷണം കണ്ട് ഒരുങ്ങുന്നവരാ. ലക്ഷ്യം കണ്ട് ഒരുങ്ങുന്നവൻ ഇതൊന്നും കണ്ടല്ല. അവനറിയാം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിക്കും, അല്ലെങ്കിൽ കർത്താവ് വരും. രണ്ട് സംഭവിച്ചാലും കർത്താവ് വല്ല വിധേനയും എന്നെ വിളിച്ചേർക്കണം എന്നുള്ളത് അവർ വേവലാതിപ്പെടത്തില്ല. മനസ്സിലായോ? കാര്യം പിടികിട്ടിയോ? കർത്താവിന്റെ മധ്യാകാശപരവിന് വേണ്ടി വേവലാതി പരിവേഷം പിടിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. കാര്യം മനസ്സിലാക്കി കൊടുത്ത് ഒരുക്കി നിർത്തണം എപ്പോഴും, ഏത് സമയത്തും. അതായത് കോവിഡ് വന്നേ, ഇറാൻ യുദ്ധം വന്നേ, ആ യുദ്ധം വന്നേ, ഈ യുദ്ധം വരുന്നേ, ചൂട് വരുന്നേ, തണുപ്പ് വരുന്നേ എന്നൊക്കെ പറഞ്ഞല്ല കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കേണ്ടത്. ഇതൊക്കെ സംഭവിക്കേണ്ട സമയം വരുമ്പോൾ മനസ്സിലാൽ മതി ദൈവരാജ്യം. പക്ഷെ എന്തായാലും സമയം അടുക്കുമല്ലോ, കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാമല്ലോ. പക്ഷെ ഇതൊന്നും കാണിച്ച് ഭയപ്പെടുത്തിയല്ല ദൈവസഭയെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ഒരുക്കേണ്ടത്. അത് ഒരുക്കേണ്ടത് എനിക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യകരമായ പ്രത്യാശയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് തെളിയിച്ചു കൊടുക്കുമ്പോൾ എനിക്കത് വല്ല വിധേനയും പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം 1-ാം നൂറ്റാണ്ടിലെ പൗലോസിനെ പോലുള്ളവർക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കണം.
അതാണ്. അവരൊന്ന് ലക്ഷണം കണ്ടൊരുങ്ങിയവരല്ല, ലക്ഷ്യം കണ്ടൊരുങ്ങിയവരാ. അത് എത്ര കാലഘട്ടം, എത്ര തലമുറകളുണ്ടെന്നുള്ളത് ദൈവത്തിന് ഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മളതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മുമ്പ് ജനിച്ചു പോയ തലമുറയെ ദൈവം അതുമായിട്ട് ബന്ധപ്പെടും. എനിക്ക് ശേഷം ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തെ കഥ വരികയാണെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന ആയുസ്, കഥ വാങ്ങിക്കുന്ന ആയുസ്, കഥ പറഞ്ഞു ഇവിടെ 1000 വർഷമൊന്നും ജീവിക്കത്തില്ല കുഞ്ഞെ, കൂടി വന്നാൽ 100 120 വർഷം മാക്സിമം. ഈ സമയം നമ്മൾ ചിന്തിച്ചാൽ മതി, ജീവിച്ചാൽ മതി. ഇതൊന്നും ശരിയായ രീതിയിൽ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ നമ്മുടെ കാര്യം മഹാഭാഗ്യകരമായി തീർന്നില്ലേ? എന്തിനാ വേവലാതിപ്പെടുന്നത്? എന്തിനാ ആദിപ്പെടുന്നത്? ഒരുങ്ങിയാൽ പോരെ, ജീവിച്ചാൽ പോരെ, സമർപ്പിച്ചാൽ പോരെ? അതല്ലേ നല്ലത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതും ഇത് നടക്കുന്നത് കണ്ടല്ല നമ്മൾ ഒരുങ്ങേണ്ടത്. അത് സംഭവിക്കും, കർത്താവ് പറഞ്ഞ കാര്യം സംഭവിക്കും. അതുകൊണ്ട് രാത്രിയിൽ വിനയത്തോടും താഴ്മയോടും ഞാൻ പറയുന്നത്, നമ്മുടെ ഏത് നിമിഷം വേണമെങ്കിൽ ലോകത്തിന് മാറ്റപ്പെടാം, ഏത് നിമിഷം വേണമെങ്കിൽ കർത്താവ് വരാം. വേവലാതിപ്പെട്ട് ആദി പിടിക്കുന്ന ഒരു ജീവിതമാകരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകും. നമ്മുടെ കുറവുകളെ ഏറ്റു പറഞ്ഞൊരു കർത്താവെ ഞാൻ യോഗ്യനല്ല, എന്നാൽ എനിക്കറിയാം അങ്ങ് വന്ന് തൻ്റെ അതിശ്രേഷ്ഠതയുള്ള വിശുദ്ധന്മാരെ ചേർക്കുമ്പോൾ എനിക്കതിൻ്റെ യോഗ്യതയുമില്ല കർത്താവെ. എന്നാൽ എന്നെയും കൂടി അങ്ങയുടെ മധ്യാകാശ പ്രത്യക്ഷതയിൽ ഞാൻ ജീവനോടിരുന്നാലും ഞാൻ മരിച്ചാലും എന്നെ കൂടി എൻ്റെ കുടുംബത്തെ കൂടി പ്രിയപ്പെട്ടവരെ ഓർക്കണമേ എന്ന് ദൈവത്തെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു ജീവിതമായി കഥ നമ്മെ മാറ്റട്ടെ. അതല്ലാതെ ഒരു പ്രസംഗം കേട്ട് ഒരു സംഭവം കണ്ട് അന്നേരത്തെ ഒരു ഒരുക്കവും ആ സമയത്തുള്ള ഇളക്കവും മാത്രമല്ല വേണ്ടിയത്. നമുക്ക് ആവശ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു ആവശ്യകതയായി, എൻ്റെ ആവശ്യമാണിത്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണിത്, എൻ്റെ കർത്താവ് വരുമ്പോൾ എനിക്ക് എടുക്കപ്പെടണം, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരോട് ചേരണമെന്നുള്ള ആഗ്രഹമായിരിക്കണം, ആവേശമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട, ഒരുക്കമായിരിക്കൊണ്ടായി. അതിനുവേണ്ടി ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസംഗിക്കും. അത് വെളിയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ കർത്താവ് വരാൻ സമയമായി എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നത് ലോക സംഭവങ്ങളെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ തെളിവുകൾ തരും. എല്ലാ രാഷ്ട്രങ്ങളും വളരും, എല്ലാ രാഷ്ട്രങ്ങളും തളരും, എല്ലാ രാഷ്ട്രങ്ങളുടെയും സാക്ഷരത 100-ലേക്കൊക്കെ എത്തും. നമുക്കറിയാം, രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കാലത്ത് വളരെയധികം സാക്ഷരത കുറഞ്ഞ പല രാജ്യങ്ങളെ കുറിച്ചും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ സാക്ഷരത നിലവാരം കൂടിക്കൊണ്ടിരിക്കുക. എന്ന അക്ഷരാഭ്യാസം ഇല്ലാത്തവരുടെ എണ്ണമല്ല, അത് കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് എല്ലാ രാജ്യങ്ങളും തളിർക്കും എന്നുള്ള വചനം. ഇങ്ങനെ ഈ ഓരോ പ്രവചനങ്ങളെയും അല്ല ഉപമകളെയും ഒക്കെ എടുത്ത് പഠിപ്പിച്ചാൽ നിരവധി കാര്യങ്ങൾ സംബന്ധമായി പഠിപ്പിക്കാനുണ്ട്. ഞാൻ വിസ്താരഭയത്താൽ വേഗത്തിൽ പോകാൻ കർത്താവിൽ താല്പര്യപ്പെടുമ്പോൾ ഈ പറയുന്ന ഉപമകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. അത്തിമുതലായ സകല പ്രശ്നങ്ങൾ തളിർക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന കർത്താവ് രണ്ടാമത് വരും എന്നുള്ളതാണ്. ഇതിൽ അത്തിയുള്ള ഉപമയിൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ വൃതന്മാരോടുള്ള ബന്ധത്തിലെ കാര്യങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് മത്തായി സുവിശേഷം 24, 16, 17, ലൂക്കോസിന്റെ സുവിശേഷം 17-30 മുതൽ 37 വരെ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ മത്തായി സുവിശേഷം 24, 40, 41 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ബാക്കിയുള്ള വചനങ്ങൾ നിങ്ങൾ തന്നെ അത് വായിച്ചോണം. ഞാനതിൻ്റെ റെഫറൻസ് പറയാം. മത്തായി സുവിശേഷം 24-ന്റെ 16 മുതൽ 17, ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. മത്തായി സുവിശേഷം 24-ന്റെ 40 മുതൽ 41 വരെ എന്ന് പറയുമ്പോൾ വീടും വയലിനോടുള്ള ബന്ധത്തിൽ ഇവരെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പി. മത്തായി സുവിശേഷം 24, 40, 41 ഈ വാക്യം വായിച്ചിട്ട് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷയുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി പഠിപ്പിക്കരുത് എന്ന് ഞാൻ വിനയപുരസ്സരം എല്ലാവരോടും അപേക്ഷിക്കുന്നു. ഇത് കർത്താവ് രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഇത് കർത്താവ് രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായി കൊണ്ടുവന്നിരിപ്പി. മത്തായി സുവിശേഷം 24, 25 അധ്യായങ്ങളൊക്കെ കർത്താവ് രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. 21-ാം അധ്യായം മുതൽ ലോകാവസാനത്ത് എന്തെല്ലാം സംഭവിക്കുന്ന കർത്താവ് ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം
ഇത് സംബന്ധമായ കാര്യങ്ങളാണ് ലോകാവസാന സംഭവങ്ങളോട് ബന്ധത്തിൽ കർത്താവ് ഉപമകളായിട്ട് പറഞ്ഞിരിക്കുന്നതാണത്. ദൈവസഭയുടെ എടുക്കപ്പെടുന്നതോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. ഇനി ആരെങ്കിലും ഇത് വായിച്ചിട്ട് ഇത് രണ്ടുപേരും ഒരാൾ എടുക്കപ്പെടുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ അത് കർത്താവിൻ്റെ മണവാട്ടി സഭയെ ചേർക്കുന്നതല്ല. അന്ന് രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ അരിവാളാകുന്ന വചനം വന്ന് വേർപിരിക്കും കൂട്ടത്തിൽ കിടക്കുന്ന ആരാണെന്ന്. പക്ഷേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അങ്ങനെയാ സംഭവിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ മധ്യാകാശവരവെങ്കിൽ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുന്ന നിർത്തുന്ന ഒരാളെ തിരിച്ചുകൊണ്ട് പോവുകയല്ല ചെയ്യുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ പറയാം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ വചനപ്രകാരം രക്ഷയുടെ ഒരു സന്ദേശം ഒരാൾ ഒരു വീട്ടിൽ വെളിച്ചമുള്ളവനായി വെളിച്ചം പകരുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൂടെ താമസിക്കുന്ന ഭാര്യയ്ക്കും മക്കളിലേക്കും അത് വ്യാപരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കുടുംബമായി ഒരുമിച്ചെടുക്കപ്പെടണമെന്നാണ്. അതല്ലാതെ ഭാര്യയും ഭർത്താവും കിടക്കുമ്പോൾ ഭർത്താവ് അവിടെ കിടക്കട്ടെ, ഭാര്യ എടുക്കപ്പെട്ടു നിലവാരത്തിലല്ല. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും അങ്ങയുടെ സന്നിധിയിൽ എടുക്കപ്പെടുവാൻ ഒരുക്കണമേ എന്ന്. പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ വഞ്ചനയുടെ കാലമല്ലിപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വിശ്വസ്തയുടെ കാലമാണ്. അതുകൊണ്ട് ഞാൻ മാത്രം പോകാമെന്നല്ല, നമുക്ക് ഒരുമിച്ച് പോകാൻ. അതിന് നമ്മുടെ പ്രാർത്ഥനയിലെ പ്രധാന വിഷയം അതായിരിക്കണം. കർത്താവേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവേ, നിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം. ഇപ്പോൾ വഞ്ചന അത്രമാത്രം പ്രകടപ്പെട്ടിട്ടില്ല, തുടക്കം വിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കുടുംബമായിട്ടല്ലേ ഭൂരിപക്ഷ വിശ്വാസമുഖം നിൽക്കുന്നത്. ഇനി ആരെങ്കിലും കുടുംബമായിട്ടല്ലെങ്കിൽ ഭയപ്പെട്ടു പോകണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടമാണത് എന്താണെന്നുള്ളത്. ഏതായാലും ഇങ്ങനെ രണ്ടുപേര് കിടക്കുമ്പോൾ ഒരാളെ വേർതിരിച്ച് ഒരാളെ കൊണ്ടുപോകുന്നതല്ല കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത. അത് ഞൊടിയടയ്ക്കുള്ളിൽ കർത്താവ് ഇവിടുന്ന് കൊണ്ടുവരെ തൻ്റെ ശ്വാസമയച്ച് രൂപാന്തരപ്പെടുത്തി കർത്താവ് കൊണ്ടുപോകും. ഇങ്ങനെ ദൂതന്മാരെ മഹാകാർദ്യയോടെ അയച്ച് അവരെ കൈക്കൊള്ളുന്നതല്ല, ചേർത്തുകൊള്ളുന്നതല്ല എന്ന പ്രത്യേകാൽ ഈ സംഭവത്തിൽ ലൂക്കോസ് ആ രാത്രിയിൽ രണ്ടുപേർ കിടക്കുമേലായിരിക്കും. ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കുമെന്നും, രണ്ടുപേർ പൊടിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരുത്തിയെ കൈക്കൊള്ളുമെന്നാണ്. രണ്ടുപേർ വയലിരിക്കുന്നതിനെ കുറിച്ചും ഇവിടെ പ്രസ്താവിച്ചെങ്കിലും അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് രാത്രിയുള്ള ബന്ധത്തിൽ നടക്കുന്ന സംഭവം അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അന്ന് ജ്യോതിർക്കോളങ്ങൾ പ്രഭാതത്തിൽ തന്നെ മറയപ്പെടുന്നതുകൊണ്ട് ലോകം മുഴുവൻ ഇരുൾ വ്യാപിച്ച് ഭൂമി മുഴുവൻ രാത്രി പോലെ ആയിത്തീരുന്നു. സഖ്യാപ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. രാവിലെ മുതൽ വെളിച്ചം കാണത്തില്ല, പക്ഷേ സന്ധ്യാസമയത്താണ് ഉദിക്കുന്നത്. അതുകൊണ്ട് രാത്രിയോളം ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ പകൽ സമയത്തായിരിക്കും പെട്ടെന്ന് രാത്രിയാകുന്നത്. ഇസ്രായേലിൽ നിന്ന് പ്രവാസികളായി പിടിക്കപ്പെട്ടു പോയവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതിനാണ് ഇവിടെ വയലിൽ ഉള്ളവരെ കുറിച്ച് പ്രത്യേകം പ്രസ്താവിച്ചിരിക്കുന്നത്. പഴയ നിയമപാലനത്തിന് വേണ്ടി കഷ്ടം സഹിച്ചു നിൽക്കുന്ന ഇസ്രായേൽ വൃതന്മാർ ഭൂമിയുടെ 4 ദിക്കുകളിലും കാണും. യെരൂശലേം പിടിക്കപ്പെടുമ്പോൾ ജനത്തിൽ പകുതിയെ പ്രവാസികളായി വിവിധ രാജ്യങ്ങളിലേക്ക് പിടിച്ചുകൊണ്ടു പോകുമെന്നുള്ള സെക്രിയാവിന്റെ പ്രവചനത്തിൽ 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നിവർത്തീകരിക്കപ്പെടും. ഇസ്രായേലിന്റെ സ്ഥിതി മാറ്റിയതിനെ എന്നേക്കുമായി ദൈവം യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ ഇസ്രായേലിന്റെ രാഷ്ട്രത്തിന്റെ ശില്പിയായി പ്രവർത്തിച്ച മോശ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനമാണ് നിവർത്തീകരിക്കപ്പെടുക. ഇന്ന് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ രാഷ്ട്രം കർത്താവിന്റെ വരവെങ്കിൽ അവിടെ തന്നെ കാണുമെന്ന്? ഇല്ല. അവര് എന്തെല്ലാം പണിത് വെച്ചാലും ഏതെല്ലാം രാജ്യങ്ങൾ കൂട്ടിച്ചേർത്താലും കർത്താവിന്റെ 2-ാമത്തെ വരവിന് മുമ്പ് ഇവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോകും. നഗരം പിടിക്കപ്പെടും, സ്ത്രീകളെ മലിനമാക്കും, അനേകരെ പിടിച്ചുകൊണ്ടുപോകും എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ഇന്ന് ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാൻ ചില മണിക്കൂറുകൾ വേണ്ട. ഇസ്രായേലിൽ നിന്ന്, ഇന്ന് ഒരു രാഷ്ട്രമായി നിൽക്കുന്ന ഇസ്രായേലിൽ നിന്ന് ആ ജാതിയെ അന്ന് നിരോധത്തിലാക്കി കഴിയുമ്പോൾ അവിടെയുള്ളവരെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പിടിച്ചുകൊണ്ടുപോകുമെന്ന് ദൈവത്തിന്റെ വചനം തെളിവ് നൽകുന്നു. അതേക്കുറിച്ച് മോശ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചത് പ്രകാരം ആവർത്തനം 30-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരികെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളെന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും.
നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും, അവിടെ നിന്ന് നിന്നെ കൊണ്ടുവരും. നമുക്കറിയാം, ആധുനിക ലോകത്തിൽ ലോകരാജ്യങ്ങൾക്ക് കേവലം മണിക്കൂറുകൾ കൊണ്ട് രാജ്യത്തുള്ളവരെ മറ്റെവിടെയെങ്കിലും പ്രവാസികളായി പിടിച്ചു കൊണ്ടുപോവുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ആണോ? അല്ല. ഇന്ന് വളരെ പെട്ടെന്ന് രാജ്യത്തുള്ളവരെ പിടിച്ചുകൊണ്ട്, നമുക്കറിയാം ഇസ്രായേലുള്ളത് ആകെ ഏകദേശം 1 കോടി താഴെയുള്ള ജനങ്ങളേ ഉള്ളൂ. അപ്പം അതിനകത്ത് വൃതന്മാരായിട്ടുള്ളവരെ മറ്റുള്ളവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ ഇത് സമയമൊന്നും വേണ്ട. എല്ലാ രാജ്യങ്ങളിലും കൂടിക്കഴിഞ്ഞാൽ അവിടെ എല്ലാ പ്ലെയിനും ഓരോന്ന് വന്ന് കുറേശ്ശെ വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഇതിലാരെയും ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റി. അതായാലും ഈ ഇസ്രായേൽ എന്നുള്ളവരെല്ലാവരും ലോകത്തിൽ ചിതറപ്പെടുമെന്നുള്ളത് വാസ്തവമാണ്. അപ്പം അവരെ ചേർക്കും. അവിടെ വലിയ കഷ്ടം, ഞെരുക്കവും ക്രോധവും ഉണ്ടാകുന്ന പ്രതികാര കാലം എന്ന് പറഞ്ഞാൽ ആ കാലം വല്ലാത്തൊരു കാലമാണ്. ലൂക്കോസിന് സുവിശേഷം 21-22 അവർ പിടിക്കപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചുരുങ്ങിയ നാൾ കൊണ്ട് ചെതറിപ്പെട്ടു പോകുന്നു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാഴികയിൽ ദൈവപ്രമാണം അനുസരിക്കുന്ന ഇസ്രായേലിന്റെ സ്ഥിതി മാറ്റി അവരിൽ വൃതന്മാരെ അയച്ച് യെരൂശലേമിൽ കർത്താവിനെതിരേൽപ്പാൻ കൂട്ടിവരുത്തുന്നതാണ് ഈ ഭൂമിയിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ഈ അത്തി ആകുന്ന അവരെ, അത്തിയിൽ ഉൾപ്പെടുന്നവരെ ലോകത്തിന്റെ സ്ഥലങ്ങളിലേക്ക് പിടിച്ചുകൊണ്ട് പോകും. അതിൽ വൃതന്മാരായിട്ടുള്ളവരെ, അത്തിയുള്ള ബന്ധത്തിൽ വൃതന്മാരായിട്ടുള്ളവരെ കൂട്ടിച്ചേർക്കും. കർത്താവ് രണ്ടാമത്തെ വരവെങ്കിൽ ഇവരാണ് ഇസ്രായേൽ വൃതന്മാർ. 10 കന്യകയുള്ള ബന്ധത്തിൽ 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചു, ചിന്തിച്ചു. അത് ദൈവസഭയുടെ ശേഷിപ്പിൽപ്പെടുന്ന കൈവിളക്കേന്തിയ കന്യകമാർ, അവരെ ഏറ്റവും ചെറിയ സഹോദരന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെയാണ് 10 കന്യകമാരുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ വൃതന്മാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ 10 കന്യകമാരുടെ ഉമയിലുള്ള കന്യകമാരും വൃതന്മാരും ഉണ്ടായിരിക്കും. ഇവരെ 2 കൂട്ടരും ആണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെ ചേർക്കുന്നത്. കർത്താവിൻ്റെ, ഞാൻ ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കുന്നില്ല, 10 കന്യകമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർക്കെങ്കിലും സംശയമുണ്ടോ? അത് മണവാട്ടി സഭയെക്കുറിച്ചല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. 25-ാം അധ്യായം പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്, ഞാൻ ഇനി ആവർത്തിക്കത്തില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ആവർത്തിച്ചു, അതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പേഴ്സണൽ എന്നെ വിളിച്ചാൽ മതി, അവരോട് അത് സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് സംബന്ധമായി നമുക്കറിയാം, ഇപ്പോൾ സഭയുടെ വൃതന്മാരായിട്ടുള്ളവരെ ആണ്, സുവിശേഷത്തിൻ്റെ വൃതന്മാരാണ് കൈവിളക്കേന്തിയ കന്യകമാരായിട്ട് ദൈവം ചേർക്കുന്നത്. അപ്പോൾ അത്തിയുള്ള ബന്ധത്തിൽ കാണിച്ച് ഇസ്രായേലാണ്. ഇപ്പോൾ ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ദൈവസഭയാണ്. ദൈവസഭയിൽ നിന്ന് വൃതന്മാരായി കർത്താവിൻ്റെ രണ്ടാമത്തെ വേണ്ടി കാത്തിരിക്കുന്നവരെ അന്ന് ചേർക്കുന്നതിനെ കുറിച്ചുള്ള സംഭവം 10 കന്യകമാരുടെ ഉമയുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും ഇങ്ങനെ വിളക്കിലൊക്കെ എണ്ണയൊക്കെ എടുത്ത് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അവരെ പെട്ടെന്ന് ദൂതന്മാർ വന്ന് കൊണ്ടുപോകും. അതിനുശേഷമാണ് പിന്നെ ഇല്ലാത്തവരൊക്കെ വരുന്നത്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ലൂക്കോസ് സുവിശേഷത്തിലെ 12-ാം അധ്യായം 35-40 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു കാര്യം ഇത് സംബന്ധമായി വ്യക്തമാക്കി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കുന്ന ആളുകളോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പ്രസ്താവിച്ചിരിക്കുന്നത്. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ, ഇപ്പോൾ കല്യാണത്തിന് പോയി വന്നാൽ, അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണ് യജമാനൻ വരുന്നത്. ലോകത്തിൽ വെച്ചല്ല കല്യാണം നടക്കുന്നത്. അപ്പൊ യജമാനൻ വന്ന് മുട്ടിയാൽ നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവസഭയുള്ള ബന്ധത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 10 കന്യകമാരുള്ള ബന്ധത്തിൽ നമുക്കറിയാം, അവരെപ്പോഴും മണവാളിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കമുള്ളവരായി കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് ലൂക്കോസിന്റെ സുവിശേഷം കല്യാണത്തിന് പോയി വരുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്ന ദാസന്മാർ ഭാഗ്യവാന്മാരാണ്. അവരെ യജമാനൻ അരകെട്ടി അവരെ ഭക്ഷണത്തിരുത്തി അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു. കല്യാണ സദ്യയിൽ പ്രവേശിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്ന യജമാനൻ പ്രത്യക്ഷപ്പെടുന്നത് യാമങ്ങളുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഇവിടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വരുമെന്നാണ്. നനയാത്ത നാഴിയിൽ മനുഷ്യന്ന് വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. ഇപ്പോൾ ഏത് യാമത്തിൽ വരുന്ന അറിയത്തില്ല. ദിവസം മനസ്സിലാക്കുന്നു, യാമം മനസ്സിലാകത്തില്ല. ഏത് യാമത്തിൽ, 2-ാം യാമത്തിൽ വരുമോ 3-ാം യാമത്തിൽ വരുമോ എന്നറിയത്തില്ല. ഇസ്രായേലുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഏത് യാമത്തിലാണ് വരുന്ന അറിയത്തില്ല. അതുകൊണ്ട്
ഒരുങ്ങി കാത്തിരിക്കും. കല്യാണത്തിന് പോയി വരുന്നവരുടെ ബന്ധത്തിൽ കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ പത്രോസിന് ആത്മാവിൽ അന്ന് ഒരു മർമ്മം വെളിപ്പെട്ടു. കർത്താവ് ചോദിച്ചു, പത്രോസ് അറിയാമായിരുന്നു മണവാട്ടി സഭ ഉൾപ്പെടുത്തൽ. അതുകൊണ്ട് പറയാണ്, കുഞ്ഞാടിന്റെ കാന്തയെ കൂടാതെ സ്വർഗത്തിൽ എങ്ങനെയാണ് വിവാഹം നടക്കുന്നത്? അപ്പോൾ അവിടെയല്ല വിവാഹം നടക്കേണ്ടത്. അതിനാൽ ആണ് അവൻ അപ്പോഴുള്ള സംശയം, മണവാട്ടി സഭ ഉൾപ്പെടാൻ കാഴ്ചപ്പാട് ലഭിച്ചവർക്ക് മാത്രമേ ഉപമകളെ കുറിച്ചുള്ള കാര്യം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് ചോദിച്ചത്, ഞങ്ങളെ കുറിച്ച് കൂട്ടിയാണോ ഈ ഉപമ പ്രസ്താവിക്കുന്നത് ചോദിച്ചു. ഞങ്ങളെ കൂട്ടിയാണോ? കർത്താവ് പറഞ്ഞല്ല, ഞങ്ങളെക്കുറിച്ചല്ല, ഞങ്ങളോട് കൂടിയുള്ളവരല്ല എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അപ്പോൾ മണവാള ക്രിസ്തുവിനോട് ബന്ധത്തിൽ ഞാനത് വായിച്ചത്. പത്രോസ് അന്നേരം ചോദിക്കാൻ കാരണം, ഈ ഉപമ പറഞ്ഞപ്പോഴേ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉള്ള ഭാഗം പറഞ്ഞപ്പോൾ തന്നെ പത്രോസ് അവിടെ സംശയം ചോദിച്ചു. അത് മറ്റൊന്നുമല്ല, ഈ ഉപമ ഞങ്ങളോട് കൂടെയാണോ കൂടിയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ കാരണം അവൻ അറിയാമായിരുന്നു ഈ ഉപമ ഞങ്ങളെ ദൈവസഭയെക്കുറിച്ച് പറഞ്ഞതല്ല എന്നുള്ള കാഴ്ചപ്പാട് പത്രോസിനുണ്ടായിരുന്നു. 12-35 എന്ന് വായിക്കാം. അത് നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. എന്നിട്ട് ഇത് പറഞ്ഞ് നെനിയാത്താഴി. എന്നിട്ട് 41 വാക്യം പത്രോസ് പറഞ്ഞ് 41, കർത്താവേ, ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചു. കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരവീതം. ഇപ്പം കർത്താവ് ചോദിച്ചു, ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് ചോദിച്ചു. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് കല്യാണത്തിന് പോയി വന്നു കഴിഞ്ഞാൽ ആ വരുന്നതിൻ്റെ അകത്ത് ഞങ്ങൾ കാണത്തില്ലല്ലോ, അത് ഞങ്ങൾ അന്നേരമല്ലല്ലോ ഒരുങ്ങി നിൽക്കുന്നത് എന്ന ബന്ധത്തിലാണ് അവൻ ആ ചോദ്യം ചോദിച്ചത്. അങ്ങനെ ചോദിക്കണം. കാര്യങ്ങളെ മനസ്സിലാക്കി എടുക്കാനുള്ള ചില കർത്താവിൻ്റെ സന്നിധിയിൽ അവർ ചോദിച്ചത് മനസ്സിലാകാതെ ചോദിച്ചിരുന്നു. അപ്പോൾ കർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്, തെളിവ് കൊടുത്തിട്ടുമുണ്ട് എന്നുള്ളത് നമുക്കത് മനസ്സിലാകും. ഇപ്പം കല്യാണത്തിന് പോയി വന്നു എന്ന് പറയുമ്പോൾ കർത്താവ് മണവാളൻ സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അവൻ്റെ മണവാട്ടി പ്രവേശിച്ച് കല്യാണത്തിന് ശേഷമായി ഭൂമിയിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന നനയാത്ത നാഴികയിൽ മനുഷ്യത്വം വരുന്നതിനുള്ള ബന്ധത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വചനത്തോടുള്ള ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നല്ലോ. അപ്പോൾ അത് സംബന്ധമായി മനസ്സായതായതുകൊണ്ട് മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് കണക്ക് തീർക്കുന്നതിനെ കുറിച്ചുള്ള ഉപമയുള്ള ബന്ധത്തിലാണ്. മത്തായി 25-14-30, ലൂക്കോസ് സുവിശേഷം 19-12-17, മർക്കോസിന്റെ സുവിശേഷം 13-40 മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ വൃതന്മാരായി ചേർക്കപ്പെടുന്ന വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ഈ ഉപമയുടെ പ്രതിപാദ്യ വിഷയം. ഇതിനെയും തെറ്റായ രീതിയിൽ ദൈവസഭയുടെ മണവാട്ടി സഭയ്ക്കും മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഉപമകളൊന്നും മണവാട്ടി സഭയോടോ സ്വർഗീയതേജസ് പ്രാപിക്കുന്നതോടുള്ള ബന്ധത്തിൽ അല്ല. പ്രധാനമായിട്ടും ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപമകളാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. 3 സുവിശേഷം ഒരേ കാര്യം തന്നെയാണ് ഓരോ വീക്ഷണത്തിലും കൊടുത്തിരിക്കുന്നത്. പരദേശത്ത് പോയി മടങ്ങി വരുന്ന യജമാനുള്ള ബന്ധത്തിലാണ് വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും ഇവ പറഞ്ഞിരിക്കുന്നെങ്കിൽ, ലൂക്കോസ് രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുന്ന കുലീന പുരുഷനോടുള്ള ബന്ധത്തിലാണ് ഇത് പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ രാജ്യത്വം പ്രാപിച്ചു വരണമെങ്കിൽ മണവാട്ടി സഭയും അവിടെ എത്തേണ്ട എല്ലാ വിശുദ്ധന്മാരും ഇവിടെ കണ്ടിരിക്കും. ഒരു പരദേശത്ത് പോയി മടങ്ങി വരുന്ന യജമാനൻ പരദേശത്തേക്ക് പോയി, ഇവിടുന്ന് പരദേശത്തേക്ക് പോയി അവൻ സ്വർഗാസ്വർഗത്തിലേക്ക് കയറിപ്പോയി വീണ്ടും അവൻ ഈ നമ്മളോടുള്ള ബന്ധത്തിൽ മനുഷ്യരുടെ ബന്ധത്തിൽ മടങ്ങി വരുമ്പോൾ അവനോടുകൂടി അവൻ്റെ പരിവാരങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ താലന്തുകളുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപമ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ല എന്നുള്ളത് ഇന്ന് രാത്രി പ്രസ്താവിച്ച് സമയം മുമ്പോട്ട് ഒരുപാട് പോയതുകൊണ്ട് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ താലന്ത് വാങ്ങിക്കാൻ വേണ്ടി അല്ല ദൈവം എന്നെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് 5, 2, 1 എന്നിങ്ങനെ ഓരോരുത്തരുടെ പ്രാപ്തി പോലെ താലന്തുകളെ കൊടുക്കുന്നതും ദീർഘകാലത്തിന് ശേഷം അവരോട് കണക്ക് ചോദിക്കുന്നതിനെ കുറിച്ചുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിലെ പ്രധാന ഭാഗങ്ങൾ 5 താലന്ത് ലഭിച്ചവൻ 5 താലന്ത് കൂടി നേടിയതുകൊണ്ട് അവൻ നല്ലവൻ വിശ്വസ്തനുമായ ദാസനായി തീർന്നു. ആ കൂട്ടത്തിൽപ്പെടുന്ന യജമാനന്റെ സന്തോഷത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിലേക്കാണ് പ്രവേശിക്കുന്നത്. 2 താലന്ത് ലഭിച്ചതിന് അപ്രകാരം ചെയ്തു, 2 കൂടി നേടി യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 താലന്ത് ലഭിച്ചതിന് ഒന്നും ചെയ്യാതെ താലന്ത് നിലത്ത് കൂടി പറിച്ചു വെച്ചു,
അവനത് യജമാനൻ തിരികെ കേൾപ്പിക്കുന്നു. അതിനാൽ അവൻ കൊല്ലരാത്ത ദാസനായിത്തീരുകയും ഏറ്റവും പുറത്തുള്ളവരിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു. 10 റാത്തിൽ വെള്ളി കൊടുക്കുന്നതിനുള്ള ബന്ധത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 19 അധ്യായം 15-46 വരെ പറഞ്ഞിട്ടുണ്ട്. രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുന്ന ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇതിനുള്ള ബന്ധത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. വീട് വിട്ട് പരദേശത്തുമായി മടങ്ങി വരുന്നതിനുള്ള ബന്ധത്തിലാണ് മർക്കോസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 3 കാര്യങ്ങളും കണക്ക് തീർക്കുന്നതിനെ കുറിച്ചുള്ള ഉപമയായിട്ട് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു. താലന്തുകളോടുള്ള ബന്ധത്തിൽ അത് പറയുന്നതാണ് ലൂക്കോസിന്റെ മത്തായി സുവിശേഷം മത്തായി സുവിശേഷം 25-14-30 വരെയുള്ള ബന്ധത്തിൽ താലന്തുകളുള്ള ബന്ധത്തിൽ പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 10 റാത്തിൽ വെള്ളി കൊടുക്കുന്നതിനുള്ള ബന്ധത്തിൽ പറയുന്നു. വീട് വിട്ട് പരദേശത്ത് മടങ്ങി വരുന്ന ഉള്ള ബന്ധത്തിൽ മർക്കോസ് രേഖപ്പെടുത്തി. ഇതെല്ലാം കർത്താവ് വൃതന്മാരെ ചേർക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ താലന്തുകളുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കഥ. 2-ാമത്തെ വരെയുണ്ട്. നാളും നാഴികയും വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും സായുള്ള ബന്ധത്തിൽ രാത്രിയിലെ 4 യാമങ്ങളിൽ ഒന്നിലാണ് വരുന്നതെന്ന് വിശുദ്ധ മർക്കോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ ആകാമെന്നുള്ളതാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയത്. 1-ാം യാമത്തിൽ തുടങ്ങി. 14-ാം അധ്യായം 7-ാം വാക്യത്തിൽ 1-ാം യാമത്തിൽ തുടങ്ങി 2-ാം യാമമാകുന്ന അർദ്ധരാത്രിയിൽ അവനോട് കൂടെ ചേരുവാനുള്ള വ്രതന്മാരുമായി കല്യാണ സദ്യക്ക് പ്രവേശിക്കപ്പെടുന്നതാണ് മത്തായി 25-ാം അധ്യായം 6-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നതാണ്. നിങ്ങളത് വായിച്ചാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും മണവാട്ടി സഭയുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല. വ്രതന്മാരായിട്ട് അവസാനമായി സുവിശേഷത്തിന്റെ അവസാന ശേഷിപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്ന് അവിടെ കൂട്ടിക്കൊണ്ടുവരുന്നതിൽ അവർക്ക് ലഭിക്കുന്നതിനെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്നത് എന്താണ് ഈ പറയുന്ന 5 പട്ടണങ്ങൾ, 10 പട്ടണങ്ങൾ, 5 പട്ടണങ്ങൾ, 2 പട്ടണങ്ങൾ എന്നുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ നാളെ ചിന്തിക്കും. എങ്ങനെയാണ് താലന്ത് മറച്ചു വെച്ചവൻ ഇതിൻ്റെ അകത്ത് എത്തിപ്പെടുന്നത് നമ്മൾ ചിന്തിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അതുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമ ഒരിക്കലും മണവാട്ടി സഭയുമായി ബന്ധപ്പെടുത്തി ആരും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യരുത് എന്ന് ഈ ക്ലാസ്സിൽ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അസ്ഥാനത്തുള്ള പഠിപ്പിക്കലുകളാണ്. അത് സുവിശേഷത്തിൽ പറഞ്ഞ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതാണ്. അത് ലോക ആരംഭം മുതൽ കർത്താവ് മർമ്മമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണെന്നാൽ ദൈവസഭ എന്നുള്ളത് ലോകസ്ഥാപനത്തിന് മുമ്പുള്ളതാണ്. അപ്പോൾ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപമകളെല്ലാം കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയാകുന്ന 2-ാമത്തെ വരവെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടാനുള്ളതാണ്. അതനുസരിച്ച് വേണം ഈ ഉപമകളെ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാൻ. ഏതെങ്കിലും വിധത്തിൽ അതല്ലാതെ ഇതിനെ ഏതെങ്കിലും ഒരു വാക്യങ്ങളെ അടർത്തിയെടുത്ത് പഠിപ്പിക്കുന്ന ശീലമുണ്ടെങ്കിൽ, ശൈലിയുണ്ടെങ്കിൽ അത് ദൈവവചനത്തിന്റെ പഠനവുമായിട്ട് ഒരിക്കലും മണവാട്ടി സഭയുടെ ബന്ധത്തിൽ യോജിച്ചു പോകത്തില്ല എന്നുള്ളത് ദൈവവചനത്തിന്റെ തിരുവചന അടിസ്ഥാനത്തിൽ ഞാൻ ഉറക്കെ അത് പ്രസ്താവിച്ചുകൊണ്ട് ഇന്നത്തെ വചനത്തിന് വിരാമമിടുന്നു. ദൈവം വെച്ചാൽ കർത്താവ് വരാൻ താമസിച്ചാൽ നാളെ ഒരുമിച്ച് കൂടാം. അതുവരെയും കർത്താവിന് വിരിക്കപ്പെട്ട ചെറിയ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. താങ്ക് യു ഫോർ ജോയിനിങ് ദം.